നമ്മുടെ ഈ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്ന എല്ലാവരെയും അതിന്റെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഒരുമിച്ചുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണിത്. ഇന്ന് നമ്മൾ ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത് നമ്മുടെ തന്നെ 2 അലൂമിനികളാണ്. ഒന്ന് ജോസഫ് ജൂലിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറാണ്. അദ്ദേഹം 1998-2000 ബാച്ചിലാണ് കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിട്ടുള്ളത്. കൂടാതെ നമ്മുടെ ഡിസ്കസന്റ് ആയിട്ടുള്ളത് ഡോക്ടർ സുനിൽ എമ്മൻ സാറും 1999-2001 ബാച്ചിൽ പയ്യന്നൂർ സെന്ററിൽ നിന്നും പാസ് ഔട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിൽഡിംഗ് സോഷ്യൽ വർക്ക് കരിയർ ഇൻ പോസ്റ്റ് കോവിഡ് ഇറ ആണ്. നമ്മൾ പോസ്റ്റ് കോവിഡ് ഇറയിൽ എങ്ങനെ ഒരു സോഷ്യൽ വർക്ക് കരിയർ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ആയിട്ടുള്ളത്. ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ജോസഫ് ജൂലിയൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 1998-2000 ബാച്ചിലാണ്, 2000-ലാണ് അദ്ദേഹം കാലടിയിൽ നിന്നും സോഷ്യൽ വർക്ക് MSW പാസ്സാവുന്നത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അദ്ദേഹം PG കരസ്ഥമാക്കിയിട്ടുണ്ട്. തുടർന്ന് കേരളത്തിലും ഇന്ത്യയിലും ആയിട്ട് വിവിധ സ്ഥാപനങ്ങളിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, നാഷണൽ സെന്റർ ഫോർ എയ്ഡ്സ് ആൻഡ് STI കൺട്രോൾ, റെയിൽവേസ് ഇന്ത്യ തുടങ്ങിയ നാഷണൽ ഏജൻസികളിൽ അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നീട് അദ്ദേഹം ഇന്റർനാഷണൽ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് മാറുകയുണ്ടായി. ഒത്തിരി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ UN ഓർഗനൈസേഷനിലും അദ്ദേഹം വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് 20 വർഷമായിട്ട് ഡെവലപ്മെന്റ് സെക്ടറിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ജൂലിയൻ സാർ. പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ UN ഓർഗനൈസേഷൻസ്, യൂണിഫോം, UN എയ്ഡ്സിലൊക്കെ ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ തുടങ്ങിയ സൗത്ത് രാജ്യങ്ങളുടെ എല്ലാം ചാർജായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. യൂണിസെഫ്, വേൾഡ് ബാങ്ക് തുടങ്ങിയ ഓർഗനൈസേഷനിലെല്ലാം അദ്ദേഹം തന്റെ സേവനം നിർവഹിച്ചിട്ടുണ്ട്. കറന്റ്ലി അദ്ദേഹം ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ്, ഒരു കാറ്റലിസ്റ്റ് ഗ്രൂപ്പിന്റെ വാൾമാർട്ട് വൃദ്ധി എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. അതിന്റെ ആ ഒരു പ്രോഗ്രാം പറയുന്നത് ടു ഡെവലപ്പ് ആൻഡ് ട്രെയിൻ 5000 MSMEs ഇൻ ഇന്ത്യ ലാസ്റ്റ് ഓവർ 5 years. അടുത്ത ഒരു 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഏകദേശം ഒരു 50,000 MSMEs, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, എന്റർപ്രണർഷിപ്പുകളെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് അത്. വാൾമാർട്ട് വൃദ്ധി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ്. ഇപ്പോൾ അദ്ദേഹം സ്വാസ്ഥ്യ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും സ്നേഹത്തോടെ ജൂലിയൻ സാറിനെ അലൂമിനി കളക്റ്റീവിന്റെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഡിസ്കസന്റ് ആയിട്ടുള്ളത് ഡോക്ടർ സുനിൽ എമ്മൻ ആണ്. സാറ് ഞാൻ നേരത്തെ പറഞ്ഞു 1999-2001 ബാച്ചില് പയ്യന്നൂർ സെന്ററിൽ നിന്നാണ് അദ്ദേഹം MSW പാസ്സായത്. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും വുമൺ എംപവർമെന്റ് റോൾ ഓഫ് മൈക്രോ ലെവൽ ഓർഗനൈസേഷൻസ് ഇൻ നോർത്ത് കേരള എന്ന് പറയുന്ന വിഷയത്തിലാണ് അദ്ദേഹം PhD കരസ്ഥമാക്കിയത്. 2002 മുതൽ പയ്യന്നൂർ റീജിയണൽ സെന്ററിൽ അദ്ദേഹം അധ്യാപകനാണ്. ഇടയിൽ കുറച്ച് നാള് പിലാത്തറ സെന്റ് ജോസഫ്സ് കോളേജിലെ MSW ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിട്ട് കുറച്ച് നാള് സേവനം ചെയ്യേണ്ട. ഇപ്പൊ തിരിച്ചു അദ്ദേഹം വീണ്ടും നമ്മുടെ പയ്യന്നൂർ സെന്ററിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു ടൈം പാറ്റേൺ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ സ്ഥിരം വരുന്ന ഒരു പാറ്റേണിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ഒരു 20-30 മിനിറ്റോളം നമ്മൾ ജോസഫ് സാറ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന ബിൽഡിംഗ് സോഷ്യൽ വർക്ക് കരിയർ ഇൻ പോസ്റ്റ് കോവിഡ് ഇറ എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ള ലാസ്റ്റ് 15 വർഷമായിട്ട് അദ്ദേഹം ഈ പറയുന്ന റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്യുന്ന ഒരാളാണ് ജൂലിയൻ സാർ. അപ്പൊ ആ ഒരു സോഷ്യൽ വർക്ക് പ്രത്യേകിച്ച് ഒരു പുതുതായിട്ട് കരിയർ തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ എം എൻ സാറ്, സുനിൽ സാറ്,
10-15 മിനിറ്റോളം അദ്ദേഹം സംസാരിക്കുക. അതിനുശേഷം നമുക്കൊരു കോമൺ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, പാർട്ടിസിപ്പൻസിന് അവരുടെ സംശയങ്ങൾ, പ്രത്യേകിച്ച് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ, ഒരു കരിയർ ഗ്രോത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഏതെല്ലാം സ്കില്ലുകൾ വേണം, അങ്ങനെയുള്ള കാര്യത്തിൽ ഉള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് കൃത്യമായിട്ട് മറുപടി നമ്മുടെ ജൂലിയൻ സാറിന്റെ കയ്യിലും സുനിൽ സാറിന്റെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നല്ല സെഷൻ ആവട്ടെ എന്ന് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇത് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള, പ്രത്യേകിച്ച് കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സെഷനായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ജൂലിയൻ സാറിലേക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ അവിടെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട്. അത് ജൂലിയൻ സാർ ഇട്ടിരിക്കുന്ന ലിങ്കാണ്. നിങ്ങളുടെ സ്റ്റുഡന്റ് ആണോ, പ്രാക്ടീഷണർ ആണോ, അക്കാഡമിഷ്യൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കാണത്. അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് ഒന്ന് ഫിൽ ചെയ്ത്, ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ അതിൻ്റെ അകത്ത്, അതൊന്ന് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം കയറുന്ന പാർട്ടിസിപ്പൻസ് എല്ലാവരും തന്നെ. സോ ഓവർ ടു ജോസഫ് ജൂലിയൻ സാർ. താങ്ക് യു. Yeah, hi. Good evening, everyone. And Louis, thank you very much. ആദ്യമായിട്ട് തന്നെ ഈ ഒരു വേദി തന്നതിന് വളരെ നന്ദിയുണ്ട്. ജോസ് സാനനി സാറ് ഗ്രൂപ്പിലുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും 10-20 വർഷത്തിന് ശേഷമാണ് ഒരു ആലുമിനി കൂട്ടായ്മയിലേക്ക് ഇങ്ങനെ ഇതുപോലെ വരാനുള്ള ഒരു സൗകര്യം കിട്ടിയത്. അതിന് ഒത്തിരി നന്ദിയുണ്ട്. ലൂയിസ് എന്നെ നേരിട്ട് വിളിച്ചിരുന്നു ഈ ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ ഞാൻ പറയാം. അപ്പം അതിനു മുമ്പ് ജസ്റ്റ് ടു ഗെറ്റ് എൻ ഐഡിയ, ഈ പാർട്ടിസിപ്പൻ്റ് ഒരു പ്രൊഫൈല് നിങ്ങൾ ബിഗിനേഴ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ, അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീഷണർ ആണോ ഒന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഐ വിൽ ടേക്ക് ജസ്റ്റ് എ മിനിറ്റ്. സോ ഇഫ് യു ക്യാൻ ജസ്റ്റ് ഫിൽ ദാറ്റ്, respond to that form. Just 30 seconds and then I will start. ഞാൻ ലിങ്ക് ഒന്നും കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് I have just posted once again. Okay, yeah, thanks for that. എല്ലാവരും ഏകദേശം കുറെ പേര് ചെയ്തിട്ടുണ്ട്. So I can see maximum number is 5 years and above. ഒരു 14 പേര് റെസ്പോണ്ട് ചെയ്തതിൽ 5 വർഷത്തിൽ മേലെയുള്ളവരാണ്. ഒരു 11 പേര് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ബിഗിനേഴ്സ് 1 to 4 years കാറ്റഗറിയിൽ ആരെയും തന്നെ കാണുന്നില്ല. So yeah, thanks for that response. I just wanted to understand where what the profile of the participants are. So ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു റിയാലിറ്റി ചെക്ക്, ഈ കോവിഡ് സിനാരിയോ വേർ ഈസ് ഇറ്റ് ഗോയിങ്, അതിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വളരെ ബ്രീഫായിട്ട് ഒന്ന് പറയും. അതോടൊപ്പം തന്നെ then I would look into what does social work career mean. I will look at it through 2 lenses. Adinishesham, I would spend some time to just discuss on the key knowledge, skill and attitude required to be in the social work profession. ഞാനത് ചെയ്യുന്നതും കൂടുതലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ്. നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോൾ, MSW പഠിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്കിൽ വേണ്ടത്, എന്തൊക്കെയാണ് നോളജ് വേണ്ടത്, ആറ്റിറ്റ്യൂഡ് വേണ്ടത്. ദോസ് ആർ സ്റ്റാൻഡേർഡ്. സോ ദാറ്റ് ഈസ് ദെയർ. ബട്ട് അതിന് പുറമെ
നമ്മൾ ഒരു പ്രാക്ടീഷണർ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും കുട്ടികളെയൊക്കെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഓരോ പൊസിഷനിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മിക്കവാറും ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വളരെ ബ്രീഫായിട്ട് പറയും. അവസാനമായിട്ട് ജസ്റ്റ് ഫ്യൂ സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ. ഈ ഒരു കൂട്ടായ്മ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു സിറ്റുവേഷനിൽ, അതിനെക്കുറിച്ച് ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് തന്നെ വി ഓൾ നോ കോവിഡ് സിറ്റുവേഷൻ ടുഡേ ആസ് ഓൺ ഡേറ്റ് ഓൾമോസ്റ്റ് 2.3 മില്യൺ ആണ് ഇന്ന് പറയുകയാണെങ്കിൽ 2.3 മില്യൺ കോവിഡ് ഇൻഫെക്ഷൻസ് ആർ ഇൻ ദ വേൾഡ്. ആൻഡ് ഇന്ത്യ സിറ്റുവേഷൻ എടുത്ത് നോക്കിയാൽ 8.2 lakhs, and in Kerala it is almost closing to 7,500. So it is a very serious situation. Almost 5.6 lakh death have happened globally. So we all understand the situation is extremely grim. Now, where is this going? Until a vaccine is found, which will take anywhere between 9 months to 2 years, this is going to be with us. ഇതൊരു സിറ്റുവേഷൻ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ വാക്സിൻ കണ്ടുപിടിച്ചാൽ തന്നെ ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്ക് എത്താൻ ഇറ്റ് വിൽ ടേക്ക് മെനി മോർ ഇയേഴ്സ്. ആൻഡ് ഹേർഡ് ഇമ്മ്യൂണിറ്റി ത്രെഷോൾഡ് ഫോർ COVID is roughly 60% of the population is what was calculated by experts, but there are also people who speak around 45% of the population. So global population level like vaccination ethanam. So it is going to take time. So what we are saying is in the COVID and അടുത്തൊരു 5-6 മാസം കൊണ്ട് എല്ലാം ശരിയാകും എന്നുള്ളൊരു അവസ്ഥയാകണമെന്നില്ല. This is going to be with us for some time. So that's a reality. And നമുക്ക് അറിയാം നമ്മുടെ എക്കോണമിയെയും ഒരു ഹ്യൂമൻ സോഷ്യൽ സിറ്റുവേഷൻ ഒത്തിരി ഇത് ഓൾറെഡി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. We all know that. Another important factor that we need to keep in mind, ഈ ഒരു സിറ്റുവേഷൻ കോവിഡ് എന്ന് മാത്രമല്ല, ഇതുപോലുള്ള ഒത്തിരി destructive disease outbreak is imminent. That's what the scientists are saying. ഇപ്പൊ കഴിഞ്ഞൊരു 20 വർഷം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം സാഴ്സ് എന്നൊരു രോഗം 2003 ഉണ്ടായിരുന്നു, ബേർഡ് ഫ്ലൂ 2007, സ്വൈൻ ഫ്ലൂ H1N1 2009, then the MERS in 2012, Ebola in 2014, and 2019 we have COVID, and it is continuing now. So these outbreaks are going to be a reality, and we have to live with it. And therefore, this is going to affect our social living, our economy, our livelihood, our health. It is going to affect everything. So, in this situation, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, it's a bigger question that is there. And we also know for fact that ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും according to a Lancet publication, a study that was done and published in the Lancet, is overpopulation and poverty, global warming, environmental degradation, habitat destruction, high number of malnourished, immune compromised population. ഈ ഒരു സിറ്റുവേഷൻ എല്ലായിടത്തോളം കാലം outbreaks are going to affect us and affect the way we live. So that is a reality we have to live with. And according to WHO, almost 137 million people in urban centers have no access to safe drinking water, and over 600 million lack sanitation. So a perfect condition for outbreaks. That is one side. And on the other side, more and more such destructive disease outbreaks are getting more and more imminent. So that's the reality that we are living in. So therefore, outbreak management with all advancement in science, അതൊരു ചലഞ്ചായിട്ട് തന്നെ തുടരുന്നു. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് മാനേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായാൽ പോലും at this scale to manage every machinery of the countries, international bodies are struggling with it.
So this is a reality we are living with. Now, we also know this COVID situation particularly is affecting human development. So COVID is a health shock. It's an outbreak. It's a disease outbreak. And it is now moving into an economic and social crisis. A COVID situation, which is a health shock, is leading to an economic and social crisis. നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷൻ ഇനിയും കണ്ടിന്യൂ ചെയ്താൽ the conditions of deprivation will reach a level that was last seen in 80s. So we will be going back almost 30 years of development, and particularly human development indices. So we are going back. So അങ്ങനത്തെ ഒരു വളരെ ക്രൈസിസ് ആയ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. So it has affected income level of people. Health and mortality is at risk, and what the Human Development Report is stating that the daily death due to COVID is greater than malaria, suicide, road traffic accidents, and HIV/AIDS. So it's a very, very serious disease situation that we have. അതോടൊപ്പം തന്നെ we know the challenges in education. Billions of students are out of school for several months now. The online system ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു equity factor നമുക്ക് എല്ലാവർക്കും അറിയാം. It doesn't reach everybody. People who don't have access to data, access to smartphones, television, അവർക്ക് അത് ഡിപ്രൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. So an access to primary education, which is the basic right, is at stake. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം there is an increased domestic violence reported due to this scenario. There is going to be a food crisis, and economy of the country, we have seen it is going down. So in summary, COVID-19 is really an unprecedented impact that is going to affect all the gains in development we have had over decades. ഇത് ഒരു രാജ്യങ്ങളുടെ ലീഡേഴ്സിന് ഒരു ടെസ്റ്റിംഗ് ടൈമാണ്. They don't know what action to take. We have seen what happened in the US or in Brazil, where leadership has failed and the disease just spread. So what does it all say? In summary, while there is a challenge for us to do the work now, whether we all the social work setting has apparent challenges in implementing, but in a way this COVID scenario is all the more telling the need for social work interventions. If you're saying നമ്മൾ 30 വർഷം പുറകിലേക്കാണ് പോയിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 30 വർഷം പുറകിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ, the importance of social work intervention is becoming very, very important. It is a sad thing that it is happening, but therefore the role of social work profession it is very, very critical, is how I see it. ഒരു ചലഞ്ച് നമുക്കുള്ളത്, there are no predictions how this social work profession is going to evolve in this scenario. I have not come across any deep analysis or study around it. So I look forward to another discussion. I hope we will have it here from all your experience. But my sense is that definitely there will be a big need for social workers to be more and more active to contain the situation. And we know in India particularly, we are our rank in Human Development Index is 129. And given the situation, we are going to have much more difficult situations across all aspects of human development. അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് as social workers, we will have a very special role to play. Now, while this is a situation, and this tells us that social work career has that opportunity, and it has to be probably redefined the way we will have to function. I would like to look at social work career through two lenses. One, of course, our traditional lens of specialization. So there are different areas of social work. We know for medical or psychiatric
mental health, school social work, women welfare, child and family welfare, community development, criminology, etc. So there are different, traditional specialization that are available. And at one level, whether this COVID scenario is opening up a plethora of challenge, for social work profession. I mean, there are challenges like risk exposure. So a lot of our social work programs, which are field based, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള social workers who need to do an outreach or who need to be with the community, they have a very serious risk of exposure. And in poor resource setting like in India, നമുക്കറിയാം PPEs, the personal protective equipments are inadequate. So that puts a lot of a lot of pressure on social workers and development workers to really do the job effectively. Secondly, uh, the whole social intervention. ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി പ്രോജക്റ്റുകളും പ്രോഗ്രാംസും വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ ടു പ്രിവെൻഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പദ്ധതികളുണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ആക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ there are reports of increased domestic violence, particularly in the context of lockdown and all that, which is reported by UN Women, for example. And also a big challenge potentially is diminishing funding cuts, which is a reality. And in fact, I was recently talking to one organization, Bangalore-based Freedom Foundation organization. They were, they're working with the HIV-positive children, and they're struggling for funding because അവരുടെ ഒത്തിരി ഫണ്ടേഴ്സ് MSMEs ആയിരുന്നു. A lot of corporates were funding. With the economic slowdown, with the lockdown, a lot of the factories are closed. Avരുടെ CSR funding is stopped. So they're unable to, I mean, it's about the daily provision that are needed for children. So we were trying to see how we can support them. ഇങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷൻസ് വരുന്നുണ്ട്. I heard another organization, I want to name it here, one big foundation in the country which has laid off almost 220 people. So large community programs have come to a standstill. So another situation under, I'm not saying it is not there, but I would still see, I mean, this situation is an opportunity. We look at it as an opportunity. How resilient we are as social work professionals and find ways and means to protect our community. That becomes very, very crucial in this situation. For example, I'll give some examples why we have to be relevant. A lot of studies have shown that economic slowdown and loss of livelihood has increased the risk of mental health crisis, which is a reality. I mean, the other day I read that in Kerala itself, among the adolescents, there is a high degree of suicide. In fact, there are around 68 or 70 kids have committed suicide during this period. So there is a severe mental health crisis that is there, and that's therefore the need for social work intervention there. And very often we know the COVID patients die alone. Families unable to reach them, and that creates a lot of stress. So we need to, from prevention through education and being part of the treatment teams, particularly through mental health support, counseling. There is a big opportunity that is going to be there. And a case in point is what people have quoted about what happened in Dharavi in Mumbai. At one point in time it was exploding there, but now things are becoming better. And I've read about the role played by social workers and community workers, where door to door, they identified cases and prevention education was intensified. So that way, they found quick responses that has really helped in reducing the outbreak to a certain extent. I know it exploded quite a bit, but yeah, to a certain extent. The another important example is from Wuhan itself, in the epicenter of the epidemic in China.
I mean, I read about the China Association of Social Workers. They immediately responded with a national social work proposal. And then they had a very specific action, a collective action. As a national body, they came together and created collective action, helped with guidelines and manuals how social workers should act. They came out with programs that prevented spread through telecare, through telecare and screening support, telescreening support, through the intensifying education, psychosocial counseling support, and then reaching to the most vulnerable population before they could be infected. Like the older people, like people with immunodeficiency diseases, so upper respiratory diseases. So such conditional ആളുകളെ നേരത്തെ കണ്ടുപിടിച്ച് ഈ സോഷ്യൽ വർക്ക് നെറ്റ്വർക്കിലൂടെ കണ്ടുപിടിച്ച് അവർ ആ ഒരു പ്രിവെൻഷൻ എഡ്യൂക്കേഷൻ കൊടുക്കുകയും ക്വാറന്റൈൻ ചെയ്യുകയും റിവേഴ്സ് ക്വാറന്റൈൻ ചെയ്യുകയും അങ്ങനെ ഒത്തിരി ആളുകളെ പ്രൊട്ടക്ട് ചെയ്തു. സോ ദർ ഇസ് എ റോൾ ദാറ്റ് വാസ് ക്ലിയർലി പ്ലേഡ് ബൈ ദ സോഷ്യൽ വർക്ക് അസോസിയേഷൻ. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഐ തിങ്ക് വി ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. ഐ ആം നോട്ട് aware if there is any organized action by the social work network or social work association in the country, but that's a big opportunity and that's something that we could push towards. So that is one lens I want to look at. The second lens that I want to look at in terms of social work career growth. So nammude traditional രീതിയിൽ particularly those who are aspiring, the students, these are the ways in which you can definitely invest and grow during this period, and that opportunity will be there. Second is the whole three levels, I would say. One is the micro, meso, macro organizations. Micro organizations are delivery service organizations. They directly work with the communities and create impact in the communities. Meso organizations are organizations such as the research organization, advocacy organization, fund management organizations who are in between, who support these delivery service organizations, who provide outreach to the community. This one would provide more technical support, so it's slightly higher level. And the macro organization, which is the international organization, whether it's a UN system, the multilateral organizations, or the bilateral organizations, or the international donors, international NGOs. So there are many such organizations. So when you build your career in this context, remember the skill requirement at all these levels are important to invest in. And I'll talk about the skill a little later. So that is one way. So you can build your expertise in the areas that I spoke about earlier, whether you want to look at as a medical social worker, psychiatric social worker, child and family welfare, or community development. There are specific technical sectoral area that you can focus on, or you can build your career to move from implementing to research, advocacy organization, to international UN system, multilateral organization. So that kind of a career growth opportunities are also there. So particularly I'm talking to the students and those who are in the early stages of their career. See how you build that career. You put in your effort to build your knowledge skills so that you find a growth pathway. That becomes important. I know it's already 7:30. I will rush a bit. And I want to speak about a couple more options. Like now there is a big push towards social entrepreneurship. I'm sure you would have heard about that. There are a lot of people now. What's happening is people who have done engineering, people who have done MBAs, MPH, all coming in with their skills of management, skills of business management into social development sector, and experimenting with social entrepreneurship means that they would make organizations that are self-sustaining. I know of several such organizations, who whether it is in the area of fundraising or in the area of agriculture product development. The production, they work with the community, the artisans, and market their products globally and build kind of economic resilience for the community, and in that manner also build their own economic
sustainability. So that's a big opportunity that is there for those who want to build career. We more and more social work students should also explore that as an option. After having maybe worked in 4-5 years in the field, I think you should look at particularly those with passion and vision wanting to lead. You should explore social entrepreneurship and therefore how schools of social work, and this is something SSCS should explore how we build such entrepreneurial mindset in our student, so that social workers themselves start doing it, and that becomes, then you bring in the right skill, right attitude into that space, and that becomes important. I recently heard about another idea that is coming up, which is called the social stock exchange. I don't have too much details about it, but I think you should explore that. It's called social stock exchange. It is being floated by SEBI in India. This idea exists in Singapore, in South Africa, in UK, but India is exploring with that. So that would bring in maybe a bit more regulation under NGO sector. So all the more reason why we have to be system driven, how we manage our organization. Therefore, our own skill and capability to manage organizations and building systems becomes very, very crucial. Another job, opportunity that you have is to become a development consultant. Build your career in the area of research, the area of project planning, monitoring, impact evaluation, and there are a lot of opportunities in that area that are coming up and that you need to build in. Finally, let me talk briefly about some of the skill that is required and to build your career. And I would use the knowledge, attitude, practice matrix, to describe this briefly. So first of all, building knowledge. I think in our social work schools we learn a lot of things. We understand നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ആ മേഖലയിൽ നമ്മൾ ഒത്തിരി അറിവ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ I think it should stop there. You have to keep learning. So whether you're in the field of health, in the livelihood, migration, sustainable development goal, environment, education, any area, go deep, study better. I think that's very, very important for us to build our career. Secondly, on aspects of skills. So apart from the traditional empathy, communication, I just want to highlight a couple of them, which is very important when we look at students, and very often engineering students who have done a development study scores better, because of some of these skills, and in particularly in the meso level organizations. So build your analytical skill. How do you? I think very often the research project that we have under MSW, we just do it. We are not serious about it. I think that those are skill focused sessions that we have, and we should നമ്മളത് നന്നായിട്ട് ചെയ്ത് ആ സ്കിൽ നമ്മൾ എടുക്കണം. കാരണം your career development now depends on that. So your ability to collect information, analyze information, make conclusions, and make decisions. People are looking for such skills now while we recruit. Ability for problem solving, decision making, critical thinking. All these are very, very crucial. Even when you talk about communication skill, verbal and written skills, you have to really invest in your ability of particularly English writing. If you are to move up slightly, particularly the meso level and macro level organization, this becomes an important criteria. Of course, local language capability is important particularly in the micro level organization. Be a strategic thinker. So that is where your growth. Operational thinking in a strategic thinking. എങ്ങനെ ചെയ്യണമെന്നതിൽ നിന്നും ഒരു വിഷൻ ഡെവലപ്പ് ചെയ്ത് അതിലേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ടീമിനെ ആനയിക്കാനുള്ള ആ കഴിവ് അത് വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. Then of course the project management, financial management skills are very, very important now. How do you design a program? How do you do a needs assessment? How do you therefore research skill? How do you analyze that and make a project plan effectively, program design effectively? അതിൽ നിന്നും പിന്നെ അതിനെ മോണിറ്റർ ചെയ്യാനും ഇമ്പാക്ട് ഇവാലുവേഷൻ നടത്തി അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള സോ ലേണിംഗ് റിസർച്ച് മെത്തഡോളജീസ് അറൗണ്ട് ഇവാലുവേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തി ഡെവലപ്പ് ചെയ്യണം. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കിൽ ഫോർ എക്സാമ്പിൾ, that becomes important.
I think we should be a solution thinker. Don't get stuck, oh, I couldn't do. How will I do it differently? അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ നോക്കുന്നത്. Solution. I have to find it and not get stuck with problem. So ability to build that. And ability in technology is becoming very, 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 very important. Your ability to effectively use social media becomes very, very important if you're building your career, particularly if you're looking at it much beyond meso and macro level. So, and then I will just stop with a couple of attitudes. I think accountability and transparency, which we learn in the school, in the social work school itself. നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി ആർ ലേണിംഗ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. അങ്ങനത്തെ ഒരു സ്കിൽ, ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഒരാളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നോക്കുന്നത്. And growth mindset against fixed mindset. And sometimes we get stuck on an idea and then say that's the only reality. മറ്റുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുന്നത്, മറ്റുള്ളവരെ പറയുന്ന സജഷൻസ് നമ്മൾ ശ്രദ്ധിക്കാറില്ല. So it is a very fixed mindset. Such people will not be able to find solution. So build a growth mindset. I think as an attitude it becomes important. Be entrepreneurial. Even if you are not leading an organization, but be entrepreneurial. And solution finding is about that. And that's very, very, very crucial. Of course, beyond all this, being empathetic, which is fundamental to social work approach, is crucial. And that's something that I would invite all of you to do that. Finally, just a couple of suggestions. I think digital media, digital skills are becoming very, very important. Technology and development is becoming a very important area. അങ്ങനെയുള്ള സബ്ജക്റ്റ് നമ്മുടെ കരിക്കുലത്തിൽ, maybe it's already there. I'm just saying, I think teaching people how to use effectively social media platform, and these are becoming very, very important skill. And COVID situation, we know, I mean, almost all our outreach work has gone digital now. We are trying to do community outreach using phones. So ആ ഒരു സ്കില്ലിൽ ആ വൈദഗ്ധ്യം നമ്മൾ നേടണം. അപ്പൊ അതിനുള്ള ട്രെയിനിങ് സോഷ്യൽ വർക്ക് സ്കൂൾസിൽ തന്നെ കൊടുക്കേണ്ട ആവശ്യമാണ്. And as I mentioned earlier regarding the Wuhan example of how a social work association acted, I don't know if this alumni association, we can do something more concrete in the current scenario, and that will, we serve our community that we work with, but at the same time we also create an identity through that. I think eminence building is very, very important. I think our social work profession in India, eminence building, I think we have not succeeded much. That is where a lot of the challenge exists. So as a social profession, we all need to contribute towards eminence building. Only then our career will build in the country. Like what we see in the US or in Canada, UK, Australia. If you have to build here, we'll have to prove, we'll have to build resilience, we'll have to show. And so I think that's very, very important. So finally, thanks for your time. I'm just concluding. I think given this situation, if you have to invest in these different ways, there's a big opportunity for social work career, is what I believe in the country. I think we are probably not exploiting the full potential, and we as social workers are not doing it. Therefore, other professions, people from the corporate sector, I know in my organization, so many work from the corporate sector. A lot of people are coming over because they see an opportunity, but we are missing out on that because our training is not probably reaching to the. I've not analyzed social work curriculum in recent years, so I'm not sure. Probably it is getting there, but I think that becomes very, very important to build our future social workers. And with that, thank you for listening to me. I hope it was useful to all of you. Thank you. Nani, Joseph sir. Hello. Yeah, thank you very much. I can hear you. Yeah, sure. Okay. വളരെ കുറച്ച് സമയം കൊണ്ട് കുറഞ്ഞ സമയം സോഷ്യൽ വർക്ക്, ഒരു പുതിയ സോഷ്യൽ വർക്കേഴ്സിന് ഉണ്ടാകേണ്ട സ്കില്ലിനെ കുറിച്ചും കറന്റ് സെനാരിയോ എങ്ങനെയാണ് ഒരു സോഷ്യൽ വർക്ക് പ്രൊഫഷനെ നോക്കിക്കാണുന്നതെന്നും നമ്മുടെ റോൾ എന്താന്നുള്ളത് വളരെ കൃത്യമായിട്ട്, സ്കിൽസ് എന്തൊക്കെ സ്കിൽസ് വേണമെന്ന് വളരെ കൃത്യമായിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രിസൈസ് ആയിട്ട് ജോസഫ് സാർ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ ഓവർ ടു സുനിൽകുമാർ സാറിലേക്ക് പോവുകയാണ്. സാറ് അക്കാഡമിക് തലത്തിലും അതോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് തലത്തിലും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആളാണ് സുനിൽകുമാർ സാറ്. അപ്പൊ സാറ് ഈ ഒരു ഇതില് റോൾ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ദിസ് ഇറ, പോസ്റ്റ് കോവിഡ് ഇറയില് ഒരു സോഷ്യൽ വർക്കറിന്റെ റോൾ എന്തായിരിക്കണമെന്നും അതോടൊപ്പം തന്നെ എന്തെല്ലാം തരത്തിലുള്ള സ്കില്ലുകളാണ് ഒരു സോഷ്യൽ വർക്കർക്ക് ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ
കുറഞ്ഞ സമയത്തിൽ സുനിൽകുമാർ സാർ പറയുന്നുണ്ടാവും. സോ ഓവർ ടു സുനിൽകുമാർ സാർ. ഗുഡ് ഈവനിങ് മുന്നോ, കേൾക്കാവോ? കേൾക്കാം സാർ. ഓക്കെ, ജോസഫ് ജൂലിയൻ സർ വളരെ മനോഹരമായിട്ട് വളരെ ഒരു ഷോർട്ട് സ്പാനിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഷെയർ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ കൂടി സാർ അതിനകത്തേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ജോസ് സാർ, രേഷ്മ മിസ്, അനീഷ്, മാലേഷ്, അതുപോലെ തന്നെ ജോളി, ബോബൻ, അതർ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അലുമിനി ടീം, മൈ ഡിയർ സ്റ്റുഡൻസ്. കോവിഡിന്റെ ഒരു മഹാമാരിയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോ ബിൽഡിംഗ് സോഷ്യോ കരിയർ ആൻഡ് പോസ്റ്റ് കോവിഡ് ഇറ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് കെന്റക്കി യൂണിവേഴ്സിറ്റിയിലെ ജെ മില്ലർ എന്ന് പറയുന്ന അതിന്റെ HOD പറഞ്ഞിരിക്കുന്നത് പാൻഡമിക് ഹാസ് ഫണ്ടമെന്റലി പ്രാക്ടീസ്. സോഷ്യൽ വർക്ക്, എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് പ്രാക്ടീസ്, ഈ 3 ആസ്പെക്റ്റിലാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത്. സാറ് സൂചിപ്പിച്ചത് പിന്നെ ട്രഡീഷണൽ സ്പെഷ്യലൈസേഷൻസ് അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് കരിയർ എന്ന് പറയുന്നത് ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് പറയുന്നത്, കാരണം നമ്മുടെ മുന്നിൽ സമയം വളരെ കുറച്ചാണ്. അപ്പോ ട്രഡീഷണൽ സോഷ്യൽ വർക്കിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ വെച്ചുകൊണ്ട് ഒരു കോവിഡ് പീരീഡിൽ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് ഇറയിൽ എന്തൊക്കെയാണ് നമ്മൾക്കുള്ള ഒരു കരിയർ അവന്യൂസ് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടൊന്ന് ഷോർട്ടായിട്ട് പറയുമ്പോഴാണ് പ്രാക്ടീസ്, ഹൗ ദ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് വിൽ ബി പ്രാക്ടിക്കൽ ഇൻ ദ കറന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. അക്കാഡമിക് സെൻസിലായാലും പ്രാക്ടിക്കൽ സെൻസിലായാലും ഐ തിങ്ക് ഇറ്റ് വിൽ ബി ബിറ്റ് ഡിഫിക്കൽട്ട് ടു ഫോളോ ഇറ്റ്. നമ്മളുടെ മെത്തേഡുകൾ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ദ കരിയർ ഈസ് ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് ദ മെത്തേഡ്. ഐ തിങ്ക് വെദർ ഇറ്റ് ഈസ് മെസോ ഓർ മാക്രോ ഓർ മൈക്രോ, ഈ 3 ആസ്പെക്റ്റിൽ നമ്മളിത് അപ്ലൈ ചെയ്യണമെങ്കിൽ വി നീഡ് റിയാലിറ്റി. സോ നമ്മളിപ്പോൾ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ ഫേസ് ടു ഫേസ് ഓർ എ ഗ്രൂപ്പ് ഓർ എ കമ്മ്യൂണിറ്റി, വെദർ ഇറ്റ് ഈസ് ഇൻ സ്കൂൾ സെറ്റിംഗ് ഓർ ഫാമിലി സെറ്റിംഗ് ഓർ ഹെൽത്ത് സെറ്റിംഗ് ഓർ കൗൺസിലിംഗ് സെറ്റിംഗ്, വട്ട് എവർ ഇറ്റ് മേ ബി, ഏത് സെറ്റിംഗിലായി കഴിഞ്ഞാലും the question is, the big challenge is how we can practice our profession. So the profession എന്ന് പറയുന്ന ഈ ഒരു സാധനത്തെ അതാണ് നമ്മളുടെ ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി സോഷ്യൽ വർക്കേഴ്സ് ആസ് എ കരിയർ, ഇറ്റ് ബിക്കംസ് അവർ ലൈവ്ലിഹുഡ്. സോ എങ്ങനെയാണ് നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാധനത്തെ മുന്നോട്ടേക്ക് കണ്ടിട്ട് പോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എല്ലാ അക്കാഡമിക് തലത്തിലും എല്ലാ സെഷൻസും മെത്തഡോളജി എന്ന് പറയുന്നത്, പെഡഗോജിക്കൽ മെത്തഡോളജി എന്ന് പറയുന്നത് വിർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഫിസിക്കൽ പ്രസൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് നമ്മൾ ഇനി എപ്പോഴും കാര്യങ്ങൾ തിരിച്ചു പോകും എന്നുള്ളത് നമുക്ക് യാതൊരു ഒരു പ്രഡിക്ഷനും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സോ ഈ ഒരു വിർച്വൽ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള കരിയേഴ്സ് ആണ് സോഷ്യൽ വർക്കേഴ്സിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത. സോ അതിലിപ്പോ സാറ് പറഞ്ഞതുപോലെ ഒരു ഡിജിറ്റൽ പീരീഡിലേക്ക് നമ്മൾ പോകുമ്പോൾ വി ഷുഡ് ബി ടെക്നിക്കൽ സാവി, അതർവൈസ് വി കനോട്ട് എക്സിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. അങ്ങനെ ഒരു സാധനത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സോഷ്യൽ വർക്കിന്റെ മെത്തേഡ്സ് നമ്മൾക്ക് പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് വേറൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ നമ്മളുടെ പ്രാക്ടീസ്, നമ്മളുടെ റിസർച്ച് എന്ന് പറയുന്നത് അത് ഡെവലപ്മെന്റ് സിനാരിയോയിലായാലും ഹെൽത്തിലായാലും കമ്മ്യൂണിറ്റിയിലായാലും ഫാമിലിയിലായാലും സൊസൈറ്റിയിലായാലും wherever it is in the whole world, നമ്മളത് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. അപ്പൊ കുറച്ച് സാധ്യതകൾ എന്ന് ഞാൻ പറയുന്നത് ഇപ്പം വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള സാധ്യതകൾ. The first thing that is how we can utilize the digital platform as per our means of livelihood. ഇതിനകത്തുള്ള ഒരു ടെക്നിക്കൽ സാവി ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നടത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ നിൽക്കാം എന്നുള്ള ഒരു സാധനത്തിനകത്ത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ടെലി ഹെൽത്ത്, ടെലി കൗൺസിലിംഗ്, അതുപോലെ തന്നെ ടെലി കൺസൾട്ടേഷൻ ഒക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ടെർമിനോളജി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഒരു ടെലി സോഷ്യൽ വർക്ക് പ്രൊഫഷണൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്, വിർച്വൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ളത് നമ്മൾ ഇനി വരും കാലങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം ഇന്ന് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ഇനി നമ്മളുടെ ക്ലയന്റിനെ കാണുന്നത് അത് ഇൻഡിവിജ്വൽ ആണെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിലും കമ്മ്യൂണിറ്റി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന
മറ്റു പല കാര്യങ്ങളിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് സ്കിൽ ട്രെയിനിങ്. എല്ലാ സോഷ്യോ വർക്ക് പ്രൊഫഷൻ ആയി കഴിഞ്ഞാൽ എവറി പ്രൊഫഷൻ ദാറ്റ്സ് ബേസ്ഡ് ഓൺ സ്കിൽ. സോ നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം വാല്യൂസ് ആൻഡ് സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ലൈഫ് സ്കിൽ ആയി കഴിഞ്ഞാലും എംപ്ലോയബിലിറ്റി സ്കിൽ ആയി കഴിഞ്ഞാലും സോഫ്റ്റ് സ്കിൽ ആയി കഴിഞ്ഞാലും ഈ സ്കിൽസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് the basic thing that is to empower and engage with people. So empower yourself by acquiring and accumulating your skills, whether it is life skill or soft skill or employability skill, or we need all these skills in its best to maintain and to exist in this profession, especially in this digital platform. So അങ്ങനെ ഒരു ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ്, എംപ്ലോയബിലിറ്റി സ്കിൽ ഡെവലപ്മെന്റ് ഓർ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്, ഈ രണ്ട് സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു ട്രെയിനിങ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കരിയർ ഫീൽഡ് എന്ന് എനിക്ക് തോന്നുന്നത് ട്രെയിനിങ് മേഖലയിൽ അല്ലെങ്കിൽ ടീച്ചിങ് മേഖലയിലുള്ള ഒരു സാധ്യതയാണ്. രണ്ടാമത് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൺസൾട്ടന്റ്, കണ്ടന്റ് റൈറ്റർ, റിസർച്ചർ, പ്രൊപ്പോസൽ റൈറ്റർ, ഇങ്ങനെ പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കരിയർ ഓപ്ഷൻസ് ആണ് എൻ്റെ മുന്നിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനകത്തും റിസർച്ച് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ പോകുമ്പോൾ എത്രത്തോളം നമുക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് അതിനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം അതിനകത്ത് പിന്നീട് നിലനിൽക്കുന്നുണ്ട്. ദെൻ ഹെൽത്ത് ആയാലും സ്കൂൾ സെറ്റിംഗിലായി കഴിഞ്ഞാൽ ഒരു കൗൺസിലർ എന്ന് പറയുന്ന, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് പറയുമ്പോൾ ഒരു കൗൺസിലർ സെറ്റിംഗിലേക്ക് നമ്മൾ പോകുമ്പോൾ ഫാർ ഇറ്റ് ഈസ് പോസിബിൾ ഒരു സാധനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു കരിയർ ബിൽഡിംഗ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോകുമ്പോൾ. ദെൻ ഫാമിലി കൗൺസിലർ എന്ന് പറയുന്നതിലേക്ക്, അതിൽ കുറച്ചും കൂടി ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഫാമിലിയെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്റർവെൻഷൻ നടത്തിക്കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനകത്തേക്ക് പോകാൻ വേണ്ടി പറ്റൂല, അത്തരത്തിലുള്ള ഒരു പുതിയ കരിയർ ആസ്പെക്ട്സ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു ചിന്തയാണ് പിന്നെ വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. അല്ലെങ്കിൽ ഒരു മാക്രോ ആസ്പെക്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ന് കോവിഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൽ. അത് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അതിനകത്ത്, പിന്നെ ആരോഗ്യ പ്രവർത്തകരുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ് ഉണ്ട്, സോ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ദെൻ കോമൺ പീപ്പിൾ ഉണ്ട്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ദെൻ ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഒരു സം ആണ് അവിടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ഈവൻ കമ്മ്യൂണിറ്റി കിച്ചനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രാവർത്തികമാക്കുന്നതിന്റെ പിന്നിൽ ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു കാലിബർ അല്ലെങ്കിൽ ഒരു ടീം മാനേജ്മെന്റ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റിന്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്ന പുതിയ അവന്യൂസ്, അതിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് ഒരു ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന സോഷ്യൽ വർക്കിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത്, അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ടുള്ള ഒരു കരിയർ ആസ്പെക്റ്റിലേക്ക് ഒരു അവന്യൂയിലേക്ക് നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് വേറൊരു വിഷയം. പിന്നെ സാറ് സൂചിപ്പിച്ചത്, ജോസഫ് സാറ് സൂചിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്റർപ്രണർഷിപ്പ് ആണ്. സോഷ്യൽ എന്റർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ ബി എ സ്ട്രാറ്റജിക് തിങ്കർ ആൻഡ് എ സൊല്യൂഷൻ തിങ്കർ, ഈ രണ്ട് സാധനങ്ങളാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം. അപ്പോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം, മീൻസ് ഓഫ് റിവന്യൂ ഓർ ദ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നതിനകത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ടേക്ക് പോകാന്നുള്ളതാണ്. സോ അതിന് എനിക്ക് തോന്നുന്നു റിയാലിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. സോ ട്രൈ ടു എംപവർ അവർ സെൽഫ്, ട്രൈ ടു എക്വിപ്പ് അവർ സെൽഫ് ആൻഡ് ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ്. അത് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ബേസിക് ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സാറിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒരു അക്കാഡമിക് തലത്തിൽ പറയുമ്പോൾ ഇനി ഒരു സിലബസ് റീസ്ട്രക്ചറിങ്ങോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം വരുമ്പോൾ കൂടുതൽ നോളജ് എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡീപ്പ് ലേണിംഗിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സോഷ്യൽ വർക്ക് സ്റ്റുഡൻസിന് സിലബസിൽ നിന്നുകൊണ്ട് തന്നെ അതിനകത്ത് കൂടുതൽ പ്രാവീണ്യം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് റീസ്ട്രക്ചറിങ്ങിനെ കുറിച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഈ പരിമിതമായിട്ടുള്ള സമയത്തിനകത്ത് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ നമ്മുടെ മുന്നിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പോകുമ്പോൾ അത്
ടീച്ചിങ്ങിന്റെ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, ട്രെയിനിങ്ങിന്റെ ഒരു സാധ്യത നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, അഡ്വക്കസിയുടെ ഒരു സാധ്യത നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ സോഷ്യൽ വർക്കിലേക്ക് നമ്മൾ പോകുമ്പോൾ മാക്രോ ആസ്പെക്റ്റിലേക്ക് സാറ് പറഞ്ഞ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള വേക്കൻസീസ് ഇല്ലെങ്കിൽ എക്സ്പെക്ടഡ് ജോബ് അവിടെയുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെ നമ്മുടേതായിട്ടുള്ള ഒരു പാത്വേ, നമ്മുടേതായിട്ടുള്ള പുതിയ സോഴ്സസ് നമ്മൾ കണ്ടെത്തണം എന്നുള്ളത് കൂടി എനിക്ക് ഈ ഒരു അവസരത്തിൽ സജസ്റ്റ് ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അലുമിനിയുടെ ഭാഗമായിട്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ ഒരു അവസരം തന്നതിൽ മുഴുവൻ ആൾക്കാരോട് നന്ദി പറയുന്നു. ബാക്കിയുള്ളത് ചർച്ചയിൽ വരുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് തൽക്കാലം നിർത്തട്ടെ. താങ്ക് യു സുനിൽ സാർ. തീർച്ചയായിട്ടും വളരെ ചെറിയ സമയമുണ്ട്. എനിക്ക് തോന്നുന്നു സാറ്, ഹലോ കേൾക്കാമോ? ഓക്കെ, 10-15 മിനിറ്റ് കൊണ്ട് സാറ് എന്താണ് ഈ പറയുന്ന ജൂലിയൻ സാർ പറഞ്ഞ് നിർത്തിയെടുത്ത് നിന്നാണ് സുനിൽ സാർ തുടങ്ങിയത്. സോഷ്യൽ വർക്ക് മെത്തേഡ്സിന് ആപ്ലിക്കേഷൻ മൈക്രോ ആണെങ്കിലും മെസോ ലെവലിലാണെങ്കിലും മാക്രോ ലെവലിലാണെങ്കിലും എത്രത്തോളം ആയിരിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് സുനിൽ സാറ് പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പ്രത്യേകിച്ച് പോസ്റ്റ് കോവിഡ് എറയിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു മേഖല എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ആയിരിക്കണം സോഷ്യൽ വർക്ക് എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും സോഷ്യൽ വർക്കേഴ്സിന്, പ്രത്യേകിച്ച് പുതിയ ഒരു തലമുറയ്ക്ക് എങ്ങനെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടുതൽ യൂസ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് വിർച്വൽ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ ഉപയോഗപ്രദമാക്കുക എന്നുള്ളതായിരുന്നു സുനിൽ സാറ് നോക്കിക്കണ്ടത്. നമ്മുടെ ഒരു സ്കിൽസ് എംപവർ ചെയ്തുകൊണ്ട്, അത് സോഫ്റ്റ് സ്കില്ലായാലും എംപ്ലോയബിലിറ്റി സ്കില്ലായാലും ലൈഫ് സ്കിൽസ് ആയാലും എല്ലാം അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ എംപവർ ചെയ്തുകൊണ്ട് വേണം പുതിയ ഒരു കരിയർ അല്ലെങ്കിൽ പ്രൊഫഷണൽ വേൾഡിലേക്ക് പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് സാർ പറഞ്ഞു വെച്ചത്. നമുക്ക് ഇനി അങ്ങോട്ട് ഉള്ള കുറച്ച് സമയം നമ്മുടെ ഒരു ഡിസ്കഷൻ ടൈമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാരിഫിക്കേഷൻസ്, നിങ്ങളുടെ സജഷൻസ്, അത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ കൈ ഉയർത്തുന്നതനുസരിച്ച് നമ്മൾ അവസരം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്ക് ഒരു കോമൺ ഡിസ്കഷൻ പ്ലാറ്റ്ഫോം ആണ് ഇനി അങ്ങോട്ടുള്ളത്. ഒരു 10-15 മിനിറ്റോളം നമുക്കത് നമ്മുടെ ഡിസ്കഷന്റെ ലൈവ്നെസ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം. എനിക്ക് തോന്നുന്നു മാലിഷ്. ഹലോ, ചോദ്യം. ഓക്കെ, എനിക്ക് ഒന്നാമത് ആദ്യമായിട്ട് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നു വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് അത്ര എളുപ്പമല്ല ഇത്രയും വിശാലമായ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ. അപ്പൊ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. അതിന് ആദ്യമായിട്ട് എനിക്ക് 2 ചോദ്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് തോന്നുന്നത്. ഈ കോവിഡ് കാലത്ത് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മൾ സ്റ്റേറ്റിനെ മുൻനിർത്തിയിട്ടാണ്. അത് സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി, അതെങ്ങനെ പൊതുജന ആരോഗ്യം. ഇപ്പൊ ഇതിനെ മുൻനിർത്തി നമ്മൾ നിലവിലുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പുനർചിന്തനത്തിനുള്ള പല വേദികളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എവിടെയും സ്പർശിച്ചില്ല. രണ്ടാമതായിട്ട് ഇപ്പോ നമുക്ക് 2 തരം ഗ്രോത്തുകളുണ്ട്. ഒന്ന് ജോബ് ലെസ് ഗ്രോത്തും ഉണ്ട്, ജോബ് ലോസ് ഗ്രോത്തും ഉണ്ട്. നേരത്തെ തന്നെ ഇന്ത്യയിൽ ജോബ് ലോസ് ഗ്രോത്തിന്റെ ഒരു സമയം തുടങ്ങി കഴിഞ്ഞിരുന്നു. ഈ കോവിഡിന് ശേഷം വരാൻ പോകുന്നത് ജോബ് ലോസിന്റെ അങ്ങേ അറ്റത്താണ്. അപ്പൊ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ജോബ് ലെസ് ഗ്രോത്തിൽ പോലും നമുക്ക് ജോലി കിട്ടാത്ത ധാരാളം പേര് MSW അടക്കമുള്ള ഡിസിപ്ലിനുകളുണ്ട്. അപ്പൊ അവർക്ക് ഇത് എങ്ങനെയാണ് തൊഴിൽ കണ്ടെത്താനുള്ള, ഏത് മേഖലയിലേക്കാണ് അവർക്ക് പോകാൻ കഴിയുക, അത്തരം കാര്യങ്ങൾ. പ്രത്യേകിച്ച് പോലെ NGOs ഇനി വരാൻ പോകുന്ന കാലത്ത് NGOസിന്റെ ഫണ്ടിങ്ങിനെ സാരമായിട്ട് ബാധിക്കും. സർക്കാർ സംവിധാനങ്ങളിൽ പുതിയ റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതകളും വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള പല അവന്യൂസും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു വിഷയം വരുന്നുണ്ട്. അപ്പൊ അതിനെ സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്നുകൊണ്ട് മാത്രം നമുക്ക് നേരിടാൻ പറ്റുമോ, അല്ലാതെ വേറെ എന്തെങ്കിലും വഴി സാധ്യമാണെന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ജൂലിയൻ സാർ പറഞ്ഞ പലപ്പോഴും പുതിയ തരത്തിലുള്ള കപ്പാസിറ്റികൾ കുട്ടികൾ നേടിയെടുക്കേണ്ടതുണ്ട്. സ്കില്ല് പ്രത്യേകിച്ചും ഡെസർട്ടേഷനായിട്ട് സംബന്ധിച്ച് അത് വളരെ ഒരു അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഡെസർട്ടേഷനകത്ത് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള എഫർട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ ഇന്ത്യയിലേക്ക് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ്, സാർ തന്നെ സൂചിപ്പിച്ചല്ലോ, ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് എല്ലായിടത്തും സ്വീകാര്യമായത്? ഇതിനെക്കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകളുടെ ഒരു അക്കാദമിക് നോളജിന്റെയോ അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കില്ല് കൊണ്ട് മാത്രമല്ല അവരെ എല്ലാ ഫീൽഡിലും എടുക്കുന്നത്.
ഒന്ന് അവര് വരുന്നൊരു ബെറ്റർ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകളായതുകൊണ്ടാണ് അവർക്ക് ഈ പുതിയ തരം MNC-കളിലൊക്കെ അവർ പഠിച്ച ഡിസിപ്ലിനുമായിട്ടോ ബ്രാഞ്ചുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാത്ത ജോലിയിലേക്ക് പോലും അവർക്ക് വരാൻ കഴിയുന്ന ആ ഒരു സോഷ്യോ എക്കണോമിക് എലീറ്റ്നെസ് കൊണ്ടാണ്. ആ എലീറ്റ്നെസ്സിനെയാണ് ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ടോ അവസാനമായിട്ട് നമ്മൾ പുതിയ തൊഴിലുകൾ, പുതിയ മേഖലകളൊക്കെ വേണം, നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ വർക്കിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കിന്റെ പ്രാഥമികമായ ലക്ഷ്യത്തെ മുൻനിർത്തി അല്ലേ നമ്മളിത് പരിശോധിക്കേണ്ടത്? അതോ നമ്മൾ സോഷ്യൽ വർക്കറുടെ ജോലിയെ മാത്രം മുൻനിർത്തിയാണോ? കാരണം സോഷ്യൽ വർക്ക് സോഷ്യൽ ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ആളുകളുടെ ലിബറേഷനെയും എംപവർമെന്റിനെയും പ്രൊമോട്ട് ചെയ്യുന്നതുമായ ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷണൽ ഡിസിപ്ലിൻ ആണ്. ആ ഒരു അർത്ഥത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങളെ കാണാൻ കഴിയാതെ വരുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയാണ് എനിക്കുള്ളത്. വേറെ ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഇതിന് ഉത്തരം പറഞ്ഞിട്ട് മതി ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിന്റെ ആൻസർ ജൂലിയൻ സാറും സുനിൽ സാറും കൂടി പറയും. അല്ലെങ്കിൽ നമുക്ക് വേറെ ആർക്കെങ്കിലും ഇതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നമുക്ക് അതിന് ആൻസർ പറയാൻ പറ്റും. നമുക്ക് സമയവും കുറച്ച്. ഹലോ, ഞാൻ കവീഷറാണ്. സോഷ്യൽ പ്രാക്ടീഷണറാണ്. പറയൂ സർ. ജൂലിയൻ സാറിന്റെയും അതുപോലെ സുനിൽ സാറിന്റെയും വളരെ എൻലൈറ്റിംഗ് ആയിട്ടുള്ള, വളരെ വാസ്റ്റ് ആയിട്ടുള്ള സ്കോപ്പ് അല്ലെങ്കിൽ അവന്യൂസ് ആണ് തുറന്നു കാണിച്ചത്. തീർച്ചയായിട്ടും ഞാനൊരു പ്രാക്ടീഷണർ എന്ന നിലയ്ക്ക് ഈ മേഖലകളെല്ലാം തന്നെ തുറന്നു കിടപ്പുണ്ട്. ആർക്കും ഈ മാക്രോ ലെവലാണെങ്കിലും മൈക്രോ ആണെങ്കിലും എസ്ഒ ലെവലിലാണെങ്കിലും എത്തിച്ചേരാൻ പറ്റുന്ന മേഖലകളാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്കിൽസും നോളജും സ്കിൽസും ആറ്റിറ്റ്യൂഡും നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏരിയ. മറ്റൊരു കാര്യം, ആസ് എ സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, SSUS എന്ന സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് ഇതിനെ പ്രാക്ടീസ് ചെയ്യാനും റിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്കോപ്പ് എത്രത്തോളം നമ്മൾ ഡെസർട്ടേഷൻ ചെയ്യുന്നുണ്ട്, റിസർച്ച് അതിലെ കംപ്ലീഷൻ ഓഫ് ദ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഡെസർട്ടേഷൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ആൻഡ് ഫീൽഡ് കറന്റ് ഫീൽഡ് പ്ലേസ്മെന്റ്സ് ഉണ്ട്. അല്ലാതെ തന്നെ മറ്റ് കോളേജുകൾ, പ്രത്യേകിച്ച് നമ്മൾ രാജഗിരിയിലും പിന്നെ ലോയലോ കോളേജിലൊക്കെ കാണുന്ന പോലെ ഒരു എക്സ്റ്റൻഷൻ സർവീസ് വിങ് SSUSന് ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ആദ്യ ബാച്ച് പഠിച്ചിറങ്ങിയാണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഡെവലപ്മെന്റ്സ് എനിക്കറിയില്ല. ഇതിൽ എക്സ്റ്റൻഷൻ സർവീസസ് ഉണ്ടോ? എക്സ്റ്റൻഷൻ സർവീസസ് ഇത്തരത്തിലുള്ള ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റി വെന്യൂസ് കണ്ടുപിടിച്ച് സോഷ്യൽ വർക്ക് ഗ്രാജുവേറ്റ്സിന് അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് നേടാൻ വേണ്ടിയുള്ള ഒരു ഫീൽഡ് വെന്യൂ ഉണ്ടാക്കി കൊടുക്കാറുണ്ടോ? മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, ഇപ്പം ധാരാളം ഈ ടെക്നോളജിയും സോഷ്യൽ വർക്കിന്റെ ഒരു കോമ്പിനേഷന്റെ ഒരു ഫീൽഡാണ്. ഒരു മാരേജ് ബിറ്റ്വീൻ സോഷ്യൽ വർക്ക് ഡെവലപ്മെന്റ് ആൻഡ് ദെൻ ടെക്നോളജി. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യവും മെഷീൻ ലേണിംഗിന്റെ ഒക്കെ സ്കോപ്പാണ് ഇപ്പോൾ ധാരാളം കോർപ്പറേറ്റ്സ്, പർട്ടിക്കുലർലി സോഫ്റ്റ്വെയർ കോർപ്പറേറ്റ്സുമായിട്ട് ചേർന്ന് നമ്മൾ നീഡ് അസസ്മെന്റും സെൽഫ് അസസ്മെന്റ്, അതിലൂടെ നമ്മൾ പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്യും. പ്രോഗ്രാം പോലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റെക്കമെൻഡേഷൻ എഞ്ചിനിലൂടെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആ ലെവലിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ സ്റ്റാർട്ടപ്പ്, ഈ എഞ്ചിനീയർ ഗ്രാജുവേറ്റ്സിനെല്ലാം തന്നെ സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റ്സ് ഉള്ള പോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിനും സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചൂടെ? അത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജൂലിയൻ സാറും അതുപോലെ സുനിൽ സാറിന് എന്താണ് പറയാനുള്ളത്? താങ്ക് യു. അതിന്റെ സാധ്യതകൾ എങ്ങനെയാണെന്ന്. ജൂലിയൻ സാർ, നമുക്കതിന് മറുപടി പറഞ്ഞിട്ട് മുന്നോട്ട് പോയാലോ? Sure. First of all, Manish and Kavishan, thank you for your questions. Manishന്റെ ചോദ്യം ഞാൻ ലാസ്റ്റ് ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. I will try to answer the way I can. I don't have complete answer for everything. ഒന്ന് ചോദിച്ചത്, digital social work, will this compromise our our traditional values of social work? Definitely, digital social work is not an alternative, is what I would say. I mean, the best is the human interface, human touch. That nothing can remove that. Other നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. But in this special scenario, ഞങ്ങളുടെ ഓർഗനൈസേഷൻ തന്നെ ഒത്തിരി എക്സ്പെരിമെന്റ്സ് ഈ ഒരു മേഖലയിൽ നടത്തുന്നുണ്ട്, including, as Kavishan said, machine learning and artificial intelligence, integrated tech solutions, particularly for data management, for example.
and digital empowerment of community, for example, access to phone for community. It's a big empowerment. ഞാൻ ചെയ്തൊരു വർക്ക് ഈ ഗാർമെന്റ് ഫാക്ടറി വർക്കേഴ്സിന്റെ ഇടയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതില് വിമൻ വർക്കേഴ്സ്, very disempowered women workers, and simple life skills interventions along with and one of the interventions that we did was just learning to use an ATM and having a phone, learning to use a phone. Now big change. ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഈ സാലറി ഡേയിൽ അവര് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹസ്ബൻഡ്സ് തൊട്ട് പുറത്തുണ്ടാവും. അവരുടെ കയ്യിലാണ് ഈ ATM കാർഡ് ഇരിക്കുന്നത്. കാരണം ഈ സ്ത്രീകൾക്ക് ATM ഉപയോഗിക്കാൻ അറിയില്ല. So we found it's a digital medium, at the end of the day. The ability to use the digital platform really empowered them, and they had the control over their financials. And we have seen many such success stories. But this is just an example. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു digital social work, to the extent possible, making it empathetic, relevant to social work intervention, we let design it. I mean, there are many experiments going on. പക്ഷെ അതിന്റെ ഒരു സാധ്യതകൾ കാരണം ഇപ്പൊ തന്നെ the smartphone penetration in the country is increasing, and mobile penetration in the rural areas is increasing. I don't have the data readily, but it is definitely is changing. So the community is changing. Community is becoming digital. So therefore, we will have to look at tools that will really work for social work. I don't have a direct answer now, but we'll have to think through. We'll have to find. Probably we'll have to do studies and research, pilot models on how this will work, and that will have to inform the education system. That is one. So I do see that's an opportunity, but not an alternate. Not a personal touch. That I agree with you. But then in this current situation, that becomes a reality and a tool we'll have to use. On the engineering students, see, engineering study, those who study engineering, they develop a logical thinking. I mean, the elite theory may be true. I'm not sure. I've not really read about it. But I know, because I work with them as well. They develop logical thinking because of their educational system and the subject matter, and they have acute focus on details, which very often our social work education does not enable us sufficiently, at least maybe in India perhaps. But I think I've seen a lot of the Western trained student, that is different, because that is inbuilt into their system. Being rigorous in the research, being detail oriented, logical in their thinking, critical analysis, critical thinking. I think these skills they teach them as part of their educational system. Other is embedded. So I think it's also a problem with not social work education, but our entire education system in the country. When we are in the schools, we are not taught to be critical. We don't critically analyze. We just mug up things and study. So it's a larger issue, and there's no real solution to it immediately. The whole system must change. The first question was about how do you reform your primary healthcare system? I mean, we have an example of our Kerala health system, which, as compared to Bihar or other states, we are able to deliver is because we have a good health system, better health system as compared to. So definitely, I think early investment by our government, or even before that by the kings, on the empowerment of women. I think that is one important factor. Empowerment of women, women's education, early investment in women's education in Kerala, and investment in primary healthcare system has paid a lot. I mean, has contributed to the situation we have now. Education level, the literacy level, all these are contributing to a better health behavior. At the end of the day, health is a behavior. So people who are educated, it is easy to influence. About the Kerala model, that is, I mean, there are a lot of things that can still improve, but it is definitely a model that we can imbibe, and we are lucky about that.
compared to many other states in the country. On the job, Manish, honestly, I have not really studied. I mean, I did read up a bit, but I have not, very carefully studied this. Maybe I have some suggestions in this area. Probably social work, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ആലുമിനി അസോസിയേഷനും ചേർന്ന് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് മൈക്രോ സ്റ്റഡീസ് നടത്തുകയാണെങ്കിൽ, ഒന്ന് ഡിജിറ്റൽ സോഷ്യൽ വർക്കിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുക. അതൊരു we can be the big starters in that, first starter for that. We could study little more on the impact of job loss, impact of COVID on job loss in social work. I don't know, it's not visible to me. Maybe these are the things that we can study and come out with some white papers on this, is perhaps we should explore. And of course, the startup idea about Kavisha said, definitely, I think I very much for social entrepreneurship. I see a lot of people now, a lot of corporate people, people who are in Infosys and other places, they're tired of their work and they're coming over and starting up and making a lot of difference in the community. We have seen there are a lot of stories in the country. So definitely that's something that probably us Alumni Association and SSU School of Social Work, we should explore. Yeah, thank you. ഓക്കെ, ഇതിനോട് സുനിൽ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്കടുത്ത് സുബൈർ ചോദിക്കാൻ കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ, ലൂയിസ് സാറേ, സുബൈറിന്റെ ചോദ്യം കൂടി കേട്ടിട്ട്. ഓക്കെ, സുബൈർ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യോ സുബൈർ? സോറി, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? സോറി. ഞാന് ചോദിക്കാൻ വന്നത്, ചോദിക്കുകയല്ല, കുറെ കാലത്തിന് ശേഷം ജോസഫ് ജൂലിയനെയും എമ്മനെയും കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. അപ്പോ അതില് ചോദിക്കാൻ വന്നത്, നമ്മൾ ഈ ഇടതുപക്ഷക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഞങ്ങള് ഇത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി ക്രിറ്റിക്കലായിട്ടാണ് കാണാറ്. അതുകൊണ്ട് തന്നെ ലോകത്താകെ തന്നെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാലേഷ് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അത്തരം ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങളുടെ കഴിവ് കുറവ് കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങളുടെ സ്കില്ലില്ലായ്മ കൊണ്ടാണ്, നിങ്ങൾ ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങൾക്ക് സ്റ്റാറ്റിക്കൽ അനാലിസിസ് ഇല്ലാത്തതുകൊണ്ട്, പ്രൊജക്ട് ഇംപ്ലിമെന്റേഷനിലെ കുഴപ്പങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇപ്പോഴും നമ്മൾ പറയുന്നു എന്നുള്ളതിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച. ആ കാഴ്ചക്ക് ഞാൻ അതിൽ എങ്ങനെ എന്ത് എന്നുള്ള ചോദ്യത്തിന് അത്ര വ്യക്തമല്ല. അപ്പൊ ലോകത്താകെ തൊഴിൽ നിലനിൽക്കുന്നു, നിങ്ങൾക്ക് സ്കില്ലില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഈ തരത്തിലുള്ള ഒരു സമീപനം നമ്മള് മാറ്റേണ്ടതുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. 90-കൾക്ക് ശേഷം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, പല അച്ഛന്മാരും, ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് പല അച്ഛന്മാരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, നിങ്ങളുടെ കയ്യിൽ കഴിവില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ജോലി തരാത്തത് എന്നുള്ള രീതിയിലാണ്. അപ്പം കോവിഡ് നമുക്ക് കാണിച്ചു തന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്നായാലും ബ്രസീലിൽ നിന്നായാലും യൂറോപ്പിൽ നിന്നായാലും കാണിച്ചു വന്നൊരു സംഗതി, നമുക്ക് നമ്മളെയുള്ളൂ, അച്ഛൻ മരിച്ചുപോയി എന്ന് വൈലോപ്പിള്ളി പറയുന്ന ഒരു സാധനമാണ് ആ കോവിഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അഥവാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ഇപ്പോ ജൂലിയൻ സാർ പറഞ്ഞതുപോലെ, ജോസഫ് ജൂലിയൻ പറഞ്ഞതുപോലെ, കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് ഇവിടുന്ന് പോയ ആളുകൾ തിരിച്ചു വരുന്നു. ഈ തിരിച്ചു വരുന്ന ആളുകൾ തന്നെ എന്തു ചെയ്യും എന്നുള്ളൊരു പ്രതിസന്ധി കേരളത്തിൽ നിലനിൽക്കുന്നു. ഈ നിലനിൽക്കുമ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതേ രീതിയിൽ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണോ എന്നുള്ളൊരു സംശയം ഇവിടെ ഉന്നയിക്കപ്പെടുകയാണ്. എൻ്റെ ഒരു ചോദ്യം, എൻ്റെ ഒരു കാഴ്ച, നമ്മുടെ ഡെവലപ്മെന്റ് കേരളത്തിന്റെ, ഞാൻ ഓൾ ഇന്ത്യയിലാണ് ഇത് പറയേണ്ടത്, പക്ഷെ ഓൾ ഇന്ത്യയിൽ അങ്ങനെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്ന് കരുതുക. കേരളത്തിന്റെ ഒരു വികാസം, അത് മാനുഷിക വികാസമായാലും മറ്റു രീതിയിലുള്ള ഭൗതിക വികാസമായാലും, കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്നതാവേണ്ടതുണ്ട്. അങ്ങനെയല്ല നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റവും നമ്മളുടെ കാഴ്ചപ്പാടും രൂപപ്പെട്ടത് എന്നാണ് തോന്നുന്നത്.
അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെങ്കിലും കേരളത്തിൽ പഠിക്കുന്നവർക്ക് കേരളത്തിൽ ജോലി കിട്ടാനും കഴിയാവുന്നിടത്തോളം, ഞാൻ പുറത്തു പോകണ്ടെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലല്ല പറയുന്നത്, ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ പഠിക്കുന്ന സോഷ്യൽ വർക്കേഴ്സിന് ഉൾപ്പെടെ കേരളത്തിൽ ജോലി കിട്ടാൻ എങ്ങനെയാണ് നമുക്ക് ആലോചിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. അപ്പൊ ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്കായിരിക്കും ചിലപ്പോൾ സ്ഥാനത്തെ കാണുന്നത്. നമ്മളിപ്പോ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇത്തരം സാമൂഹ്യമായിട്ട് ഇടപെട്ട് കണ്ട് ജോലി കണ്ടെത്താനുള്ള ഒരു സാധ്യത കേരളത്തിൽ തന്നെ ഒരു പരിധിവരെ ഉണ്ട്. ഇപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ച ആശയം, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു കോഓർഡിനേറ്ററെ, അത് സോഷ്യൽ വർക്കർ എന്നാണ് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാറ്, ഒരു കോർഡിനേറ്റർ നിയമിക്കാം. അവിടുത്തെ സാമൂഹ്യ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടായാലും സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ അങ്ങനെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വയം നടപ്പാക്കുന്നതായാലും ഒക്കെ ആ പ്രദേശത്തുള്ള അത്തരം കാര്യങ്ങളെ കോഓർഡിനേറ്റ് ചെയ്യാൻ ഒരു സോഷ്യൽ വർക്കറെ മുന്നോട്ട് വെക്കാം. ആ സോഷ്യൽ വർക്കർക്ക് ഒരു നിശ്ചിത തുക പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു നിശ്ചിത തുക തനത് ഫണ്ടിൽ നിന്നും കൊടുക്കണം. അത് അതാത് പഞ്ചായത്തിന് അല്ലെങ്കിൽ ബ്ലോക്കിന് അല്ലെങ്കിൽ കോർപ്പറേഷന് മുനിസിപ്പാലിറ്റിക്ക് തീരുമാനിക്കാം. കേരളത്തിലെ 950-ലധികമുള്ള പഞ്ചായത്ത്, കേരളത്തിലെ 70ഓളം മുനിസിപ്പാലിറ്റികൾ, കേരളത്തിലെ 6 കോർപ്പറേഷനുകൾ, ഇവിടങ്ങളിലൊക്കെ സോഷ്യൽ വർക്കേഴ്സിന് ഒരു സ്ഥാനം ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പം അവിടേക്ക് ഫണ്ട് വെക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ സർക്കാർ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ ചൂഷണം ചെയ്യാൻ നമുക്ക് കഴിയുമോ? 2, ആ കോർഡിനേറ്ററുടെ ഉദ്ദേശം തന്നെ അവിടെ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അങ്കണവാടി വർക്കേഴ്സ് ഉണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്, അവിടുത്തെ മറ്റ് പ്രവർത്തകരുണ്ട്. ഈ സോഷ്യൽ വർക്കേഴ്സിനെ വേണ്ടത്ര രീതിയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ചില വൈദഗ്ധ്യം ഇല്ലാത്തതുകൊണ്ട് ആ വൈദഗ്ധ്യത്തെ മൊത്തം ഉപയോഗിച്ച് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ സോഷ്യൽ വർക്കറുടെ ഉദ്ദേശം. പക്ഷെ അത് ഇപ്പോഴും പ്രായോഗിക തലത്തിൽ 3-4 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമേ സാധ്യമായിട്ടുള്ളൂ. അങ്ങനെ സാധ്യമാക്കുമ്പോൾ തന്നെ വലിയൊരു വിഭാഗത്തിന് പുതുതായിട്ട് പുറത്തിറങ്ങുന്ന MSWക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സാധ്യത കേരളത്തിലുണ്ട്. അതിന് നമ്മൾ ഈ പറഞ്ഞ പഠനം പോലും കേരളത്തെ കേന്ദ്രീകരിച്ചുള്ള പഠനമായി മാറേണ്ടതുണ്ട്. MSWന്റെ പഠനം, ഞാൻ ഇതൊക്കെ വിമർശനമായെന്ന് വിചാരിക്കരുത്, MSWന്റെ പഠനങ്ങൾ പോലും, MSWന്റെ സിലബസുകൾ പോലും കാലടി സർവകലാശാലയുടെ സിലബസ് ഒഴിച്ചു കഴിഞ്ഞാൽ 3-4 സർവകലാശാലയുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ കാലടി സർവകലാശാലയുടെ സിലബസിന്റെ ചെറിയൊരു ശതമാനത്തിലെങ്കിലും കേരളത്തെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ മറ്റ് മിക്ക സർവകലാശാലകളുടെയും സിലബസിൽ പോലും കേരളത്തെ പരിഗണിക്കുന്നില്ല. ഓസ്ട്രേലിയയിലോ കാനഡയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ മിനിമം ഡൽഹിയിലെങ്കിലും ജോലി ചെയ്യാനുള്ളവരാണ് ഇവിടുന്ന് ഇറങ്ങുന്ന സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സിലബസുകൾ പോലും അച്ചടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയല്ല, കേരളത്തിന്റെ നികുതി ഉപയോഗിച്ച് പഠിക്കുന്ന നമ്മൾ കേരളത്തിന് വേണ്ടി ജോലി ചെയ്യാനുള്ള ആളുകളാണെന്നും നന്നായിട്ട് മലയാളം പറയേണ്ട ആളുകളാണെന്നും മലയാളത്തിലാണ് മൈക്രോ ലെവൽ അല്ലെങ്കിൽ ഇവിടുത്തെ മെസോ ലെവൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജോലി ചെയ്യേണ്ടതെന്നും ഉള്ള ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ട് ഈ സംവിധാനത്തെ ആകെ, അത് അക്കാദമിക്സ് ആയാലും പ്രാക്ടീസ് ആയാലും സംവിധാനത്തെ ആകെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ ജോലി ഇവിടെ തന്നെ കണ്ടെത്താനും കഴിയും. ഇപ്പൊ നമ്മളുടെ ഏറ്റവും പുതിയ കണക്കുകളൊക്കെ കാണിക്കുന്നത് കുട്ടികളുടെ മേഖലയിലായാലും, ജൂലിയൻ സാർ അത് പറഞ്ഞു, സ്ത്രീകളുടെ മേഖലയിലായാലും ഹെൽത്ത് മേഖലയിലായാലും സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അത് മെന്റൽ ഹെൽത്ത് മാത്രമല്ല, സോഷ്യൽ ഹെൽത്തിന്റെ കാര്യത്തിലും ആവശ്യമുണ്ട്. ഈ ആവശ്യമുള്ള ആളുകളെ ഉൽപ്പാദിപ്പിക്കാനും അത് കേരളത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ സോഷ്യൽ വർക്ക് അക്കാദമിക് സ്ഥാപനങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു സോഷ്യൽ ആക്ഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന, നോക്കൂ, കേരളത്തിൽ ഒരു സോഷ്യൽ ആക്ഷൻ ഏറ്റെടുക്കുന്ന ഒരു NGO പോലും കേരളത്തിലില്ല. ഞാൻ NGO ബേസ്ഡ് ആയിട്ട് ആവണം ഇത്തരം കാര്യങ്ങൾ എന്ന് പറയില്ല, പൊളിറ്റിക്കൽ രീതിയിൽ തന്നെ ആവണം എന്നുള്ള എനിക്ക് തർക്കമൊന്നുമില്ല. എങ്കിലും നമ്മൾ നോക്കുക, ഉത്തരേന്ത്യയിലോ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യ എന്ന് ഉദ്ദേശിച്ച ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സോഷ്യൽ ആക്ഷൻ ഏറ്റെടുക്കുന്ന NGOസിനെ കാണാം. പക്ഷെ ഒരു കാര്യത്തിൽ പോലും, അത് പരിസ്ഥിതി ആവട്ടെ, കുട്ടികളാവട്ടെ, സ്ത്രീയാവട്ടെ, ഭാഷയാവട്ടെ, ഏതെങ്കിലും മേഖലയാവട്ടെ, ഒരു മേഖലയിൽ പോലും സോഷ്യൽ ആക്ഷൻ ഏറ്റെടുക്കുന്ന ഒരു NGO പോലും കേരളത്തിലില്ല. ഫണ്ട് വാങ്ങുന്നു, ആ ഫണ്ടിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, അത് തന്നെ കടലാസിലാക്കുന്നു എന്നുള്ള രീതിയിലുള്ള NGOs പോലും നമുക്കുള്ളൂ. അപ്പം കേരളത്തിന്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള NGOs
ഓരോ പ്രദേശത്തും അല്ലെങ്കിൽ നഗരം കേന്ദ്രീകരിച്ചെങ്കിലും ഒരു 100 എണ്ണെങ്കിലും ഇനിയും കേരളത്തിൽ ആവശ്യമുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സോഷ്യൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ട്, മെന്റൽ ഹെൽത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആവശ്യമുണ്ട്. അതോടൊപ്പം സർക്കാരിന്റെ പദ്ധതികളിലേക്ക് ഇനിയും ആളുകൾ ആവശ്യമുണ്ട്, പുതിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമായ ആളുകളെ ഉൽപ്പാദിപ്പിക്കാനും ആ മേഖലയെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനും ആ മേഖലയിൽ ഇടപെടാനും സോഷ്യൽ വർക്കേഴ്സിന് കഴിയുകയാണെങ്കിൽ ഇവർക്ക് കരിയർ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആ തരത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. ആഗോളവൽക്കരണം നേരത്തെ പറഞ്ഞ എന്റർപ്രണർഷിപ്പ് എന്നുള്ള വലിയ വാക്കുകൾ ഉപയോഗിച്ച് ഈ കാലത്ത് എല്ലാവർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും UN-ലും പിന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും നമുക്ക് ജോലി കിട്ടും എന്ന് വിചാരിച്ച ആളുകൾ ഉത്പാദിപ്പിക്കുന്നതിന് പകരം കേരളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആളുകൾ ഉത്പാദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ സിലബസുകൾ ഉൾപ്പെടെ രൂപപ്പെട്ടു വരികയും ചെയ്യണം എന്നുള്ളതാണ് ഒരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്. എന്തായാലും നല്ല പ്രസന്റേഷൻ ആയിരുന്നു, സന്തോഷമുണ്ട്. കഴിഞ്ഞോ ലൂയിസ്? നന്ദി സുബൈർ. സുനിൽ സാർ മറുപടി പറയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന്, ഇല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചിലപ്പോൾ മനസ്സിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. സുബൈർ, വളരെ സന്തോഷം കുറെ കാലത്തിന് ശേഷം കാണാൻ പറ്റിയതില്. പിന്നെ വളരെ വിശദമായിട്ട് ഒരു കേരളത്തെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കേരളത്തിന്റെ പോസിബിലിറ്റിയെ കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന എല്ലാ മേഖലകളിലും ഇവിടെ അവസരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അവസരങ്ങള് കൃത്യമായിട്ട് നൽകേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? അത് സോഷ്യൽ വർക്കേഴ്സിൻ്റെത് മാത്രമാണോ, അല്ല നിലവിലുള്ള ഗവൺമെന്റിൻ്റെത് കൂടിയാണോ എന്നുള്ള ഒരു ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട്. നിയമപ്രകാരം പിന്നെ മെഡിക്കൽ കോളേജുകളിൽ എത്ര മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് ആവശ്യമുണ്ട്? മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം സ്കൂൾ സെറ്റിങ്ങുകളിൽ എത്ര കൗൺസിലേഴ്സ് ആവശ്യമുണ്ട്? അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ നമ്മൾ ഇതിനു മുന്നേ ഒത്തിരി പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഈ വേക്കൻസീസ് അല്ലെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോഴും ഈ അവസരങ്ങളൊന്നും നമുക്ക് ലഭ്യമാകാതിരിക്കുന്നത് നമ്മൾ ഇടപെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് നിവേദനങ്ങൾ നൽകാത്തത് കൊണ്ടോ അല്ല. അതിൻ്റെതായിട്ടുള്ള കുറെ നൂലാമാലകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എപ്പോഴെങ്കിലും ശരിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ഇപ്പൊ നമ്മളെ ഒരു അറിവ് വെച്ചിട്ട് 48ഓളം സോഷ്യൽ വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഏകദേശം നമുക്ക് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും കേരളത്തിനകത്ത് തന്നെ ജോലി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് സൂക്ഷ്മമായിട്ടുള്ളതോ സ്ഥൂലമായിട്ടുള്ളതോ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ഒരു കേരളത്തിന്റെ വികസനവും കേരളത്തിന്റെ വികസന മോഡലുകളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് വെച്ച് നമ്മൾ പറയുകയാണെങ്കിലും നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് ഒരു അഗ്രികൾച്ചർ എക്കണോമിയാണ് ബേസിക്കലെങ്കിലും, പക്ഷെ നമ്മളുടെ എക്കണോമിയുടെ ഫണ്ട് എന്ന് പറയുന്നത് വിദേശം തന്നെയാണ്. അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബിഗ് എക്കണോമിക് ക്രൈസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഓസ്ട്രേലിയയും അല്ലെങ്കിൽ ഇന്റർനാഷണൽ സോഷ്യൽ വർക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളും മാത്രം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സിലബസിൽ കാലാകാലങ്ങളായിട്ടുള്ള അങ്ങനെ ഒരു ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന മൊഡ്യൂൾ പോലും ചില സിലബസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാര്യം സിറ്റിസൻസിനെ പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ സിറ്റിസൺ ആണ് എന്റെ മകൻ ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ആ ഒരു ഫീലിങ്ങോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരു പിന്നെ പറഞ്ഞതുപോലെ മലയാളം സംസാരിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന തനി ഗ്രാമീണനായിട്ട് കേരളത്തിന്റെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളക്കാരന്റെ ടാക്സ് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വിദ്യ അഭ്യസിച്ച് ആ വിദ്യയിൽ നിന്നുള്ള എന്റെ അറിവും എന്റെ കഴിവും എന്റെ സമൂഹത്തിന് നൽകുന്ന ചിന്തിക്കുന്ന പറയുന്ന കേരളത്തിനകത്തുണ്ട്. അപ്പൊ ഞാൻ ഈ ആശയങ്ങളോടൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ പ്രശ്നം എവിടെയാണ്? അത് സോഷ്യൽ വർക്കേഴ്സിൻ്റെതാണോ അല്ല സോഷ്യൽ വർക്ക് പഠിച്ച് പുറത്തിറങ്ങുന്ന കുട്ടികളുടേതാണോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു കലക്റ്റീവിലൂടെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ലൂയിസ് സാർ, ഞാൻ 2 കാര്യത്തിലേക്ക് കൂടി പോവാണ്. കവീശ്വറിന്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമുക്ക് എക്സ്റ്റൻഷൻ സെന്റേഴ്സ് സോഷ്യൽ വർക്ക്, അതായത് SSUസിന് എക്സ്റ്റൻഷൻ സെന്റേഴ്സ് ഉണ്ടോ എന്നുള്ളത്. കവീശ്വർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെന്റേഴ്സിനും അതിൻ്റെതായിട്ടുള്ള എക്സ്റ്റൻഷൻ വിങ് ഉണ്ട്. ഞങ്ങള് ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു അലുമിനി എന്നുള്ള രീതിയിൽ അറിയാതിരിക്കാം, പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കേരളത്തിനകത്തുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. അവരുടെ മൈക്രോ അല്ലെങ്കിൽ മിനി സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടികൾ അവിടെ പ്രോഗ്രാമുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
പിന്നെ ലയോള എക്സ്റ്റൻഷൻ സെന്റർ പോലെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ സെന്റർ എല്ലാ സെന്റേഴ്സിലുള്ള കാലടിയിൽ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ സെന്റർ നമ്മൾ എയ്ഡ്സ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ സെന്റർ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് ജോസാർ അല്ലെങ്കിൽ രേഷ്മ മിസ്സൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. എന്നാൽ അത് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് കവിഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഒരു സോഷ്യൽ വർക്ക് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് അത് എങ്ങനെ വേണം എന്നുള്ളത് പറ്റുമെങ്കിൽ ഇതുപോലെയുള്ള ഒരു മീറ്റിംഗിൽ നമുക്ക് ഇരുന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ആ ഐഡിയ വളരെ കൃത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ദെൻ മാലിഷിലേക്ക് വരികയാണെങ്കിൽ സ്റ്റേറ്റ് കമ്മ്യൂണിറ്റി പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് മാലിഷ് നമ്മൾ ഇപ്പോഴും പബ്ലിക് ഹെൽത്ത് ആണ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഒരു ലോക്ക്ഡൌൺ ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റി മുഴുവൻ അത് ടേക്കപ്പ് ചെയ്ത് സൈലന്റ് ആയിട്ട് വീട്ടിൽ ഒതുങ്ങി കഴിയുന്നത് എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ ഡിസിഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോ പബ്ലിക് ഹെൽത്തിലാണ് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് സോഷ്യൽ ചേഞ്ച് ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഐ തിങ്ക് ഒരു മാർച്ച് 23 ശേഷം ലോക്ക്ഡൌണിന് ശേഷം നമ്മുടെ ഒരു സോഷ്യൽ ചേഞ്ചിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളതാണ് ഞാനിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ജോബ്ലെസ്സും അതുപോലെ തന്നെ ജോബ് ലോസും അത് സുബൈർ ആ കാര്യം മെൻഷൻ ചെയ്തു. ഒരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ ഒരു സോഷ്യൽ ചേഞ്ചിന്റെ കാലഘട്ടത്തിൽ ജോബ്ലെസ് എന്ന് പറയുമ്പോഴും ജോബ് ലോസ് എന്ന് പറയുമ്പോഴും നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സോഷ്യൽ വർക്കേഴ്സിന് എത്രത്തോളം അല്ലെങ്കിൽ ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സിന് എത്രത്തോളം തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒബ്സർവ് ചെയ്താൽ പറയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ പല കൗൺസിലിംഗ് സെന്റേഴ്സിനും ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനും നമ്മുടെ കൗൺസിലേഴ്സിനും വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. NGOസിനും വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. റിസർച്ച് ആസ്പെക്റ്റിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോ ടോട്ടലി ഈ ഒരു ജോബ് ലോസും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ജോസഫ് ജൂലിയൻ പറഞ്ഞതുപോലെ സോഷ്യൽ എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു കളക്റ്റീവിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിനകത്ത് സുബൈറിന്റെ ഒരു ഇൻഡിജിനൈസേഷൻ, അതിനകത്ത് കേരളത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെയും കേരളക്കാരുടെയും നന്മകൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾക്ക് എത്രത്തോളം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഭാഗത്തുണ്ടാവുന്നത് തീർച്ചയായിട്ടും നല്ലതായിരുന്നു. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വിമർശനാത്മകമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയതിന് സുബൈറിനോട് നന്ദി പറയുന്നു. ലൂയിസ് സാറെ ഞാൻ തൽക്കാലം അവസാനിപ്പിക്കാം. ഓക്കെ, നന്ദി സുനിൽ സാർ. സുനിൽ സാർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ ആഡ് ചെയ്യാനുള്ളത്, ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇത്തരം ജോലികൾ, മെഡിക്കൽ സോഷ്യൽ വർക്കർ ആണെങ്കിലും ഡെവലപ്മെന്റ് സെക്ടറിലാണെങ്കിലും ഉള്ളതെങ്കിൽ കൂടിയും പല ഇത്തരം ജോബിന്റെ കാര്യത്തിലും പലപ്പോഴും നമുക്ക് മറ്റ് ഡിസിപ്ലിനുമായിട്ടും കൂടി കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. സോഷ്യൽ വർക്കേഴ്സ് ചെയ്യേണ്ട പല ജോലികളും പലപ്പോഴും മറ്റ് ഡിസിപ്ലിനും കൂടി കൂട്ടി വെച്ചിട്ടാണ് അവർ ഗവൺമെന്റ് ഈ പറയുന്ന ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ജോബ് കാറ്റഗറി വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തില് സുബൈർ സാർ പറഞ്ഞതിനോട് ഈ പറഞ്ഞ നമ്മുടെ സ്കില്ലിന്റെ ഒരു പരിധി വരെ സ്കില്ലുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുന്നതും. അല്ലെങ്കിൽ നമ്മൾ സോഷ്യോളജിക്കാരോടും ആന്ത്രപ്പോളജിക്കാരോടും ഡെവലപ്മെന്റ് സ്റ്റഡീസിനോടും ഒക്കെ സോഷ്യൽ വർക്കർ ചെയ്യേണ്ട ജോലി തന്നെ സൈക്കോളജിസ്റ്റും ഒക്കെ അവരോട് കോമ്പീറ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടാവുക. എനിക്ക് തോന്നുന്നു ശ്രീരാഗ് ചോദിക്കാനായിട്ട് റെഡി ആയിരുന്നു, കൈ പൊക്കിയിട്ടുണ്ടായിരുന്നു. ശ്രീനാഥും ഉണ്ട് ചോദിക്കാൻ. അപ്പൊ ആദ്യം ശ്രീരാഗാണ് ചോദിക്കേണ്ടത്. ശ്രീരാഗ്, കേൾക്കുന്നുണ്ടോ? ഓക്കെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഈ നമ്മൾ ഈ സോഷ്യൽ വർക്കിന്റെ ഒരു ജോലി സാധ്യതകളെ കുറിച്ചാണല്ലോ നമ്മൾ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ വർക്കിന്റെ ജോലി സാധ്യതകൾ അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജോലി കിട്ടാത്തതെന്ന് പറയുമ്പോഴും നിലവില് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ പഠിച്ചു പോയവര് വളരെ കുറഞ്ഞ സാലറി പ്ലേസ്ഡ് ആവുന്ന വിഷയത്തെ കുറിച്ച് മെൻഷൻ ചെയ്യാത്തതും, അതുപോലെ തന്നെ ഈ സോഷ്യൽ എന്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഈ അതിന്റെ ഒരു സാധ്യത കേരളം പോലുള്ള സ്ഥലത്ത് എങ്ങനെയാണ് പോസിബിലിറ്റി ഉണ്ടാകുക എന്നുള്ളത്. കൂടാതെ തന്നെ ഈ കേരളത്തിലെ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 9% മുകളിലാണ്. 9% എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഏതാണ്ട് 35 ലക്ഷം ആളുകളോളം വരും. അതിനകത്ത് എത്ര സോഷ്യൽ വർക്കർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല എന്ന പ്രശ്നം കൂടി ഇതിനകത്ത് ഉണ്ട് എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, ശ്രീനാഥ്, ശ്രീനാഥ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞോളൂ. ആദ്യമേ തന്നെ ജൂലിയൻ സാറിനും എം എൻ സാറിനും വളരെയധികം നന്ദി.
ഈ ഒരു ടോപ്പിക് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത ഇതിലേക്ക് കടന്നു വരുന്ന ഉദ്യോഗാർത്ഥികളെ കുറിച്ചായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പല കാറ്റഗറി ആയിട്ട് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നവർ, ജോലി ഇല്ലാതെ ജോലി അന്വേഷിച്ച് നടക്കുന്നവർ, അതോടൊപ്പം തന്നെ 1 to 3 years ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, പിന്നെ ഒരു 3 മുതൽ 5 വർഷം വരെ ഈ ഒരു മിഡിൽ ലെവൽ വർക്ക് ചെയ്തിട്ട് നിൽക്കുന്നവർ, പിന്നെ 5 വർഷത്തിന് മുകളിൽ പുതിയൊരു പ്രോസ്പെക്ട് നോക്കി നിൽക്കുന്നവർ. ഈ ജോബ് മാർക്കറ്റിൽ നമ്മൾ ഈ പെട്ടെന്ന് നമ്മുടെ കുട്ടികളെ, ഇപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പൊ നിലവില് ഇപ്പൊ പല ഓപ്ഷനുകളാണ് നമ്മൾ പറയുന്നത്. നിലവില് ജോലി കിട്ടാതെ വന്നിരിക്കുന്ന ഒരു അവസ്ഥ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന നൂതനമായ പല ആശയങ്ങൾ എന്ന് പറയുന്ന ഈ നമ്മുടെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് മുമ്പ് തന്നെയുള്ള ടോപ്പിക്കാണ്, പക്ഷെ അതിന് കൂടുതൽ സാധ്യതകൾ ഇപ്പോൾ പറയുന്നുണ്ട് പലരും. അതുപോലെ തന്നെ ഈ ഇൻക്യുബേറ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ ഇതിനു വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പിന് വേണ്ടിയുള്ള ഇൻക്യുബേറ്റേഴ്സ് പലരും പ്രൊമോട്ട് ചെയ്യുന്ന അങ്ങനെ. പക്ഷെ ഈ നമ്മള് ഇതിലൂടെ എൻ്റർ ചെയ്യാൻ പറ്റാവുന്നതിന്റെ ഒരു പെർസെൻറ്റേജ് ഒരു റേഷ്യോയെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഫസ്റ്റ് ചോദ്യമല്ല, എൻ്റെ ഒരു ആശങ്കയാണത്. അതായത് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റുന്ന എത്രത്തോളം ആളുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഈ സോഷ്യൽ വർക്ക് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, ഈ മുമ്പ് നമ്മൾ തമാശ പോലെ ചിലർ പറയുമായിരിക്കും, ഇപ്പോ MS ഓഫീസും ഔട്ട്ലുക്കും അറിയാവുന്ന ഒരു മാനേജർ, അതിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ NGO സെക്ടറിലുള്ള സോഷ്യൽ വർക്കേഴ്സ്. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ കുറച്ചുകൂടി ടെക്നോളജി അറിയാവുന്ന, അതുപോലെ തന്നെ ടെക്നോളജി പ്ലസ് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ, അതിന്റെ കോമ്പിനേഷൻ ആണോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആശങ്കയുണ്ട്. കാരണം ഈ പ്രത്യേകിച്ചും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റുകൾ, അതുപോലുള്ള ആൾക്കാരുടെ സാധ്യതകൾ, അവരുടെ പ്ലേസ് പോലും ഇത്തരത്തിലുള്ള ബോഗസായുള്ള പലതിലൂടെയും ഇത്ര ആൾക്കാർ കടന്നു വരുന്നുണ്ട്. മോട്ടിവേഷണൽ സ്പീക്കർ ഇസ് ഈക്വൽ ടു എന്താ പറയുന്നത്, നമ്മുടെ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ വരെ എത്തുന്നുണ്ട്. അപ്പോ ഈ സ്റ്റാർട്ടപ്പിന്റെ ഒരു പരിമിതി അല്ലെങ്കിൽ ഇങ്ങനെ തോന്നുമ്പോൾ ഈ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കൊപ്പം തന്നെ നമ്മൾ ഈ മാക്രോ ലെവലിൽ ഇത്തരം സ്റ്റാർട്ടപ്പുകൾ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ സാധ്യമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എക്കണോമി ഈ കോവിഡ് വന്നതുകൊണ്ട് എക്കണോമി നശിച്ചു പോയി എന്നുള്ള കാര്യം കോവിഡിൽ ചേർത്താണെങ്കിലും ഇതിനു മുമ്പ് തന്നെ എക്കണോമി എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഇതിന് ഈ എക്കണോമിയിൽ എത്രത്തോളം ഹോപ്പ് ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുന്നുണ്ട് പല പല രാജ്യങ്ങളിൽ, നമ്മുടെ പ്രത്യേകിച്ച് കേരളം വെച്ച് നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ. അപ്പോൾ ഈ ഒരു എക്കണോമിക് ആസ്പെക്റ്റും വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത്തരം ഇനിഷ്യേറ്റീവുകൾ എങ്ങനെയുള്ള തരത്തിലുള്ള ഫണ്ടിങ്ങുകളാണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കൺസേൺ ആണ് ഞാൻ ചോദിക്കുന്നത്. ഹലോ ലൂയിസ് സർ. എനിക്ക് ഞാനൊരു ചോദ്യമല്ല, എനിക്ക് കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ ചോദ്യം ചോദിച്ച ആളുകളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 10 വർഷം മുമ്പെങ്കിലും പഠിച്ചു പോയ ആളുകളാണ്. അപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്തുള്ള ഈ കഴിഞ്ഞ 2-3 വർഷത്തിലേക്ക് പഠിച്ചിറങ്ങിപ്പോയ ഏതെങ്കിലും ആളുകൾക്ക് ഒരു ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം പ്രാഥമികമായ പരിഗണന ഈ വിഷയത്തിൽ അവർക്കും കൂടി കൊടുക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ആരെങ്കിലും മുന്നോട്ട് വരണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് എനിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, കാരണം ഇത് ഏറ്റവും എല്ലാവരും ബാധിക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും സ്റ്റേക്കുള്ള ഒരു കാര്യമാകുമ്പോൾ പോലും ഈ കഴിഞ്ഞ 3 വർഷം കഴിഞ്ഞിറങ്ങിയ കുട്ടികളുടെ ഒരു പെർസ്പെക്റ്റീവും കൂടി നമുക്ക് അറിയുന്നതിന് ഉപകാരപ്പെടും. ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവരുമായി ബന്ധപ്പെട്ട മേഖലകളിൽ എന്താണ് ഇനി പുതുതായിട്ട് അവർ അക്വയർ ചെയ്യേണ്ടത്, ഏത് ലെവലിലാണ് എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും സജഷൻസോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഒരു കരിയർ, സോഷ്യൽ വർക്കിൽ ഒരു കരിയർ ഈ പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ, എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 ചോദ്യങ്ങൾക്ക് ജൂലിയൻ സാറും സുനിൽ സാറും മറുപടി പറയേണ്ടതുണ്ട്. ശ്രീരാഗിന്റെയും അതോടൊപ്പം ശ്രീനാഥ് ചോദിച്ച ശ്രീനാഥിന്റെ ആശയത്തോട്. വേറെ ആരും തന്നെ, പ്രീതയുണ്ട് ഇതിന് ശേഷം. എന്തായാലും ഇതിന് മറുപടി പറഞ്ഞിട്ട് നമുക്ക് പ്രീതയിലേക്ക് പോകാം. ഓക്കെ പ്രീത എന്ന് ചോദിക്കൂ. ഹലോ, എൻ്റെ ഒരു സംശയം, നമ്മുടെ ഈ ഒരു ടോക്ക് എവിടെയൊക്കെയോ കൂടുതൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് സോഷ്യൽ വർക്കിനെ കൊണ്ടുവച്ചിരിക്കുന്നതിനുള്ള കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നതുകൊണ്ടോ എനിക്കൊരു ചെറിയൊരു സംശയം. കാരണം നമ്മൾ അതിൻ്റെ അത്രത്തോളം ഇപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം നമുക്ക് ചുറ്റും ഇപ്പോൾ നമുക്ക് കാണുവാണെങ്കിൽ
ഗവൺമെന്റ് എംപ്ലോയീസ് ഒരു പരിധിവരെ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു 50% അങ്ങനെ കുറച്ച് കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാണാവുന്ന ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പല ആൾക്കാരും അവരുടെ ജോലിയിലേക്ക് അവർ പല രീതിയിലും, ഇപ്പോൾ നമ്മുടെ സോഷ്യൽ വർക്കിൽ തന്നെ ഇറങ്ങിയവർ, ICDS ആൾക്കാരായാലും ആശാ വർക്കേഴ്സ് ആയാലും എല്ലാവരും പല രീതിയിലും, മൈക്രോ ആയാലും മാക്രോ ആയാലും കമ്മ്യൂണിറ്റി ലെവലായാലും പല രീതിയിലും ഫീൽഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ നമ്മൾ ഡിജിറ്റലിലേക്ക് കൂടുതൽ മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഇത് ഇവിടെ ആരോ സൂചിപ്പിച്ച പോലെ പ്രൊട്ടക്റ്റീവ് ഗിയറിന്റെ ഒരു പ്രശ്നം, അവൈലബിലിറ്റിയുടെ ഒരു പ്രശ്നം മാത്രമാണോ? അതോ നമ്മുടെ പ്രൊഫഷനെ തന്നെ ഒരു പ്രൊട്ടക്റ്റ് ഇല്ല, ഒരു അംഗീകാരം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമില്ലേ? അതിൽ നിന്ന് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു പേടിയുടെ ഒരു പ്രശ്നം കൊണ്ടല്ലേ ഇത് നമ്മൾ കൂടുതൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രീത. എനിക്ക് തോന്നുന്നു നമുക്ക് ഇതിന് ഈ 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ജോസഫ് സാർ, വളരെ പെട്ടെന്ന് ഈ 3 ചോദ്യങ്ങൾക്ക്, നമുക്ക് സമയം ഏകദേശം 8:30 കഴിഞ്ഞു. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം. ആദ്യമായിട്ട് ശ്രീരാഗും ശ്രീനാഥും പറഞ്ഞ ജോബ് മാർക്കറ്റിനെ കുറിച്ചുള്ള ആ ചോദ്യം, എനിക്ക് തോന്നുന്നു സുബൈർ വളരെ കൃത്യമായിട്ട് അതിന് ഒരു ഉത്തരം തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം കേരളത്തിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായിട്ടും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ വി ഡു ഇറ്റ്, എന്ത് പ്രഷർ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഹൗ ഡു വി ഇൻഫ്ലുവൻസ് ഗവൺമെന്റ്, ദാറ്റ്സ് സംതിങ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. രണ്ടാമത് ഞാൻ സോഷ്യൽ ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഐഡിയ, ഐ എം നോട്ട് സെയിങ് ദാറ്റ്സ് ദി ഹോൾ ഓപ്ഷൻ. കാരണം ആ ഒരു ആശയം ഇപ്പോൾ ഒത്തിരി പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഗ്ലോബലി. ദാറ്റ്സ് an idea that is being picked up, so we shouldn't be left behind. Social entrepreneurship means people who are entrepreneurial. Not all are entrepreneurial. I know I am not entrepreneurial in terms of making an investment and starting an organization. I may not have that capability. So we need to understand if that capability I have. If I have that capability, that's something people can explore. So it is just one of the suggestions. ഈ ഒരു മേഖലയിൽ അതിനുള്ള സാധ്യതകൾ ഒത്തിരി കൂടുന്നുണ്ട്. രണ്ടാമത്, ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസ് പൊതുവെ കുറഞ്ഞു വരികയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദോസ് പോസിബിലിറ്റി, അതിനുള്ള ഓപ്ഷൻ മാത്രമായിട്ടാണ് അത് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി സുബൈർ പറഞ്ഞ, ഇറ്റ് വാസ് നോട്ട് എ ജഡ്ജ്മെന്റ് ഓൺ സ്കിൽ. Don't get me wrong, it was not a judgment on skill of people, but it's a problem with our system. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പൊതുവെ ആ ഒരു പ്രശ്നമുണ്ട്. സോ ഐ തിങ്ക് സുബൈർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും കേരളം മുന്നോട്ടാണ്, even in education compared to other states, but I think we need to move ahead. In public health we are at par with Europe. Why not in education? ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി. അത് നമ്മൾ തീർച്ചയായിട്ടും, it requires a bigger movement to happen, but that's something that we need to explore. I hope I have answered Srinath and Srirag, mainly about the job loss. Job loss is a reality. തീർച്ചയായിട്ടും ഗവൺമെന്റ് തലങ്ങളിലും നമ്മുടെ ഇവിടുത്തെ NGO സെക്ടറിലും കൂടുതൽ ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. That opportunity at this point in time could be a challenge, but Subair said that opportunity lies with the government. So how do we pressurize the government to create such opportunity becomes important. On the digital platform, should we think about it? If look at our children, all of them are using, they don't even watch TV, they just use phones. In another 10 years, the technology will be totally different. The way we will interact will be very different. It's a reality. So therefore, we need to start thinking about it. Whether we should start now is a different question. But we need to start thinking about it. That's my response, because the whole world is moving towards it. So then therefore it becomes important. Yeah, I hope I don't know if I made എല്ലാ ചോദ്യങ്ങളും ഉത്തരം പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നന്ദി ജോസഫ് സാർ. സുനിൽ സാർ, അവസാനമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാനുണ്ടോ? ലാസ്റ്റ് ഒരു പോയിന്റ്
ശ്രീനാഥിനോടും ശ്രീരാഗയും ചോദിച്ച ചോദ്യങ്ങൾ, പ്രീതിയും ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൂയിസ് സാർ ഇല്ല, പ്രത്യേകിച്ചില്ല. കാരണം പിന്നെ ഓൾറെഡി പറഞ്ഞതാണ്, കൃത്യമായിട്ട് മറുപടി പറഞ്ഞതാണ്. അപ്പോ ഓക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് സമയം ഇപ്പോൾ 8:40 എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മൾ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം നമുക്ക് ഏകദേശം നമ്മുടെ ഒരു സമയം, എല്ലാവരും തിരക്കുള്ളവരാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സെഷൻ ഒരു വിഷമം മാത്രം നിർത്തിക്കൊണ്ട് ഞാൻ ഇത് കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു വിഷമം നിർത്തിക്കൊണ്ട് ഞാൻ ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിഷമം ഒന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ എംപ്ലോയബിലിറ്റിയെ കുറിച്ചുള്ള ഈ ഒരു ഡിസ്കഷൻ വെക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് പാസ് ഔട്ടായ വിദ്യാർത്ഥികളെയാണ് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത്. നമുക്ക് അവരെല്ലാം നമ്മുടേതായ വിധത്തിൽ അവരെല്ലാം നമ്മൾ മെസ്സേജ് അയക്കുകയും അവർക്ക് അവരെ റിമൈൻഡർ അയക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എനിക്കൊരു പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറവായിരുന്നു. അതോടൊപ്പം തന്നെ ചോദ്യങ്ങളും കാര്യമായിട്ട് അവർക്കൊന്നും ഇല്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ആരാ? ചോദിച്ചോളൂ. ഞാൻ സെന്റ് ജോസഫ് കോളേജ് പ്ലാത്രയിലെ ഫൈനൽ ഇയർ BSW സ്റ്റുഡന്റ് ആണ്. ഓക്കെ. അപ്പോ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ഇയറിൽ കുറെ പ്രാക്ടിക്കൽ പേപ്പേഴ്സ് വരുന്ന ഒരു ഇയർ ആണ്. ഓക്കെ. ഇന്റേൺഷിപ്പ് ആയാലും ബ്ലോക്ക് പ്ലേസ്മെന്റ് ആയാലും നാഷണൽ ടൂർ ആയാലും കൺകറന്റ് ഫീൽഡ് വർക്ക്സ് ആയാലും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു ഇയർ ആണ്. അപ്പൊ ഞങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ വലിയൊരു ആശങ്കയുള്ളത് ഇതൊക്കെ എങ്ങനെയുള്ള ഒരു ഡൗട്ട്, ചോദ്യമല്ല, ഒരു ഡൗട്ടാണ്. യൂണിവേഴ്സിറ്റികൾ ഇതിനെ എങ്ങനെയാണ് സിലബസ് റീകൺസ്ട്രക്ട് ചെയ്ത് ഞങ്ങൾക്ക് തരുവോ, പോലെ ഇതിന് വഴി തിയറി പേപ്പേഴ്സ് എടുത്ത് തീർക്കുകയാണോ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ചെറിയ ഡൗട്ട്. സുനിൽ സാർ, ശരിക്കും നമ്മള് അല്ലേ? സുനിൽ സാർ ഒന്ന് മറുപടി പറയാമോ അതിന്? അല്ല, അതിലിപ്പോ ഒരു മറുപടി എങ്ങനെയാണ് പറയാന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. കാരണം അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിക്കേണ്ടതാണ്. അനീസ് സാറ് ഇതിലുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോ എന്ത് ചെയ്യണം എന്നുള്ളത്, സിലബസിനെ കുറിച്ചിട്ടും ഇല്ലെങ്കിൽ പരീക്ഷനെ കുറിച്ചും എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം അത് ഗവൺമെന്റ് ഡിസിഷനിൽ വരേണ്ടതാണ്. തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. കട്ട് ഷോട്ടിലേക്ക് പോകണ്ട, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കുക, അത്ര ഇപ്പൊ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. നമ്മളൊരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം സ്കില്ലുകൾ ആവശ്യമുണ്ട് അത് തേച്ചു മിനുക്കി നമ്മൾ അതിനു വേണ്ടി ഒരു ജോബ് ഇതിനു വേണ്ടി റെഡി ആവുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഈ സമയത്ത് പറയാനുള്ളത്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട്. മനീഷ് സാറേ, മനീഷ് ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ. ഞാൻ ജോസഫ് സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, കാരണം അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ ഈ സമയത്ത് ശരിയാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റികളൊന്നും കൃത്യമായിട്ടുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. എങ്കിൽ പോലും കുട്ടികളോട് നമുക്ക് പറയാവുന്ന ഒരു സജഷൻ എന്താണ് ഒന്നൊന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഉപകാരപ്പെടും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആ ചോദ്യം കൂടുതൽ ഒരു അക്കാഡമിക് കോണ്ടെക്സ്റ്റിലുള്ള ചോദ്യമായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു ഈ സമയം ഞാൻ പറഞ്ഞ കുറച്ച് സ്കിൽ ഏരിയയും ഞാൻ എൻ്റെ പ്രസന്റേഷനിൽ അവതരിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിലൊക്കെ ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു അതാണ് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മള് വി ആർ സ്റ്റക്ക് ഇൻ അവർ ഓൺ ഹോംസ് അല്ലെ, നമുക്ക് അധികം യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു രീതിയിൽ പിന്നെ ഒത്തിരി വായിക്കാം ഇതിനെക്കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, കൂടുതൽ നോളജ് ഡെവലപ്പ് ചെയ്യുക, ഇൻവെസ്റ്റ് ഇൻ നോളജ്. ഐ തിങ്ക് ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് പോയിന്റ് ഇൻ ടൈം. സെക്കൻഡ്ലി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിജിറ്റൽ മീഡിയം, കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഗോയിങ് ടു ബി അഫക്റ്റഡ് എനിവേ ഫോർ നെക്സ്റ്റ് 6 months ഫോർ ഷുവർ. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് വിൽ ഹാവ് ടു ലുക്ക് അറ്റ് എങ്ങനെ ഇതിനൊരു പോംവഴി, കൃത്യമായിട്ട് ഒരു പോംവഴി എങ്ങനെ എന്താണെന്നുള്ളത് യൂണിവേഴ്സിറ്റീസ് വിൽ ഹാവ് ടു ഡിസൈഡ്. But I don't have too many practical suggestion on that. Thank you. Thank you, Julian sir. ഞാൻ എന്തായാലും നമ്മൾ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്.
തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ സമയത്തുള്ള നമ്മൾ കഴിഞ്ഞ ട്യൂസ്ഡേ വെനസ്ഡേ ഒക്കെ ആയിട്ടാണ് ജൂലിയൻ സാറിനെ സമീപിക്കുന്നുണ്ടാവുക. ഈ പറഞ്ഞ ഈ ഒരു സെഷൻ, ഈ സൺഡേയിലെ ഒരു സെഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ ജൂലിയൻ സാർ അത് ഏറ്റെടുക്കുകയും ഒരു എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന മേഖലയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ ചെറിയ സമയത്തിനും വളരെ കൃത്യമായിട്ടും വളരെ സ്പെസിഫിക് ആയിട്ടും കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇപ്പോഴുള്ള ഈ കോവിഡ് എറ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ നീഡ് ഫോർ എ സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ. നമുക്ക് ഓരോ സോഷ്യൽ വർക്കറിനും ഒരു തങ്ങളുടേതായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നീഡ്, എന്താണ് സോഷ്യൽ വർക്ക് ഇന്റർവെൻഷൻ വേണ്ടത്. ദാറ്റ് മീൻസ് പ്രിവെൻഷൻ ത്രൂ എഡ്യൂക്കേഷൻ. ഓരോ ഈ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന വ്യക്തികൾ ഒരു എഡ്യൂക്കേഷനിലൂടെ അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. തുടർന്ന് ഈ പറയുന്ന 3 ടയറുകൾ, നമുക്ക് ഈ പറയുന്ന മൈക്രോ, മെസോ, മാക്രോ ലെവലുകളിൽ എങ്ങനെ ആയിരിക്കണം ഒരു സോഷ്യൽ വർക്കറിന്റെ റോള് വരുന്നതെന്നും അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഫൈനലി ഒരു സോഷ്യൽ വർക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട അല്ലെങ്കിൽ ഉണ്ടാകേണ്ട സ്കില്ലുകളെ കുറിച്ചും വളരെ കൃത്യമായിട്ട് പുതിയ കാലഘട്ടത്തിൽ വേണ്ട സ്കില്ലുകളെ കുറിച്ച് വളരെ കുറഞ്ഞ സമയത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. സോ അലുമിനി കളക്റ്റീവിന്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും, എനിക്ക് തോന്നുന്നു ഭാര്യയും ഈ അലുമിനി കളക്റ്റീവിൽ SSUS അലുമിനി കളക്റ്റീവിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അലുമിനിയുടെ ഭാഗമാണ് രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക നന്ദി ആവശ്യമില്ലെങ്കിൽ പോലും ഈ ഒരു സെഷനിൽ വരാൻ കാണിച്ച മനസ്സിനെയും അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പെർട്ടൈസ് പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കാണിച്ച മനസ്സിനും അലുമിനി കളക്റ്റീവിന്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഡോക്ടർ സുനിൽ എമ്മൻ നമ്മുടെ തന്നെ ഫാക്കൽറ്റി ആണ്, അലൂമിനി ആണ്, എല്ലാ തരത്തിലും നമ്മുടെ കൂടെയുള്ള ഒരാളാണ്, എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പമുള്ള ആളാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ വളരെ രണ്ടുപേരും എനിക്ക് തോന്നുന്നു എവിടെ ജൂലിയൻ സാർ നിർത്തുന്നു അവിടെ നിന്നാണ് ഡോക്ടർ സുനിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. കാരണം അതിനോട് ആഡ് ചെയ്തിട്ടാണ് ഡോക്ടർ സുനിൽ സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനോട് ആഡ് ചെയ്തിട്ടാണ് പറയുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും തമ്മിലും വേറിട്ട് നിൽക്കുന്നുണ്ടായില്ല, രണ്ടും ഒരേ പാത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, രണ്ടുപേരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ സുനിലിനും അലുമിനി കളക്റ്റീവിന്റെ നന്ദി പറയുകയാണ്. പിന്നെ ഇതിൻ്റെ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ഏകദേശം 60ഓളം പേരാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ എനിക്കൊരു കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അവർ യൂട്യൂബിൽ ലൈവ് കാണുന്നുണ്ട്, പലർക്കും സൂമിൽ കുറച്ച് ഡിഫിക്കൽട്ടി. ഈ ഇനിഷ്യേറ്റീവ് ഇനിയും തുടരണമെങ്കിൽ ഹലോ, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നു. ലൂയിസ് സാർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ, കേൾക്കാമോ? പറഞ്ഞോളൂ. എനിക്ക് പെട്ടെന്ന് എന്റെ നെറ്റ്വർക്ക് ഡിസ്റ്റർബൻസ് ആയി, സോറി. സോ അപ്പോൾ എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു കൂടി നന്ദി പറയുകയാണ്. നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതലായിട്ട് നിങ്ങൾ നമ്മുടെ എല്ലാ ആഴ്ചകളിലെയും പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഉന്നയിച്ചവർ കുറച്ചും കൂടി ക്രിയാത്മകമായിട്ട് പാർട്ടിസിപ്പൻസ് ഇടപെടുക എന്ന സമീപനം കൂടി ഉണ്ടാവുക. ഒരു കാര്യം കൂടി പറയുന്നു, അടുത്ത സൺഡേ നമ്മൾ നമ്മുടെ അലൂമിനി കളക്റ്റീവിന്റെ വെബിനാർ സീരീസ് മുന്നോട്ട് വയ്ക്കുന്ന സബ് ടോപ്പിക് എന്ന് പറയുന്ന ഇൻഡിജനൈസേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഡോക്ടർ TV അനീഷ് ആണ് ആ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം അതിഥി മഹിളാ വിദ്യാലയ കോളേജിന്റെ, ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള അതിഥി മഹിളാ വിദ്യാലയ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്.
തിരൂർ സെന്റർ നമ്മുടെ അലൂമിനി ആണ്. ഇൻഡിജനൈസേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ഇന്ത്യ, അതാണ് അടുത്ത 19/7/2020 നമ്മുടെ ടോപ്പിക്. ഒരിക്കൽ കൂടി എല്ലാവർക്കും, പ്രത്യേകിച്ച് ജോസഫ് ജൂലിയൻ സാറിനും ഡോക്ടർ സുനിൽ എമ്മനും അലൂമിനി കളക്റ്റീവ് ഇത് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീനാഥ്, മാലിഷ്, ശ്രീരാഗ് ലണ്ടനിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സെഷൻ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വൺസ് അഗൈൻ താങ്ക്സ് ടു ഓൾ. താങ്ക് യു. Thank you very much. Thank you. Thank you. Okay, thank you, sir.